നിന്റെ നാവ് കൊണ്ട്, നിന്റെ ഖൽബ് കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് പറയ്, സുമ്മസ്തഖിം, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ജീവിതകാലം മുഴുവൻ ഇസ്ലാം പഠിക്കാൻ തുടങ്ങിയാൽ ഇസ്തിഖാമത്തിനെ സംബന്ധിച്ച് നേർവഴിയിൽ ജീവിക്കുക എന്ന ആ ഒരു ആശയത്തിലേക്ക് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഒരാൾക്ക് ലഭിക്കുന്നത് 8 മസ്അലകളാണെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. 8 കാര്യങ്ങളാണ് ജീവിതത്തിൽ പഠിക്കാൻ കഴിയുക. ആ 8 കാര്യങ്ങൾ മഹാനായ ഒരു ഗുരുവിൽ നിന്ന് മഹാനായ ഒരു ശിഷ്യൻ പഠിച്ചെടുത്തത്. മഹാനായ ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനുണ്ട് ഹാതിമുൽ അസം. ഹാതിമുൽ അസം റഹ്മഹുള്ളയോട് ചോദിച്ചു, ഗുരു ചോദിച്ചു, ശഖീഖുൽ ബൽഖി, അല്ല ഹാതിമേ, എത്ര വർഷമായി മിൻ കം സന തുസാഹിബുനി, എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച്, എത്ര വർഷമായി നിങ്ങൾ എന്റെ കൂടെ പഠിക്കാൻ ഇറങ്ങിയിട്ട്? ഖാല മുൻദു 33 സന, 33 വർഷമായിട്ടുണ്ടല്ലോ. 33 വർഷമായി ഗുരുവിന്റെ കൂടെ, ശൈഖിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് 33 വർഷമായി. ഫമാദാ തഅല്ലംത മിന്നി ഫീ ഹാദിഹിൽ മുദ്ദ, ഈ കാലഘട്ടത്തിൽ എന്താണ് ഹാതിമുൽ അസം നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുത്തത്? 33 വർഷത്തെ പഠനം കൊണ്ട് എന്ത് പഠിച്ചു? ഗംഭീരമായ ചോദ്യമല്ലേ? നമ്മൾ എത്ര കാലം വഅദ് പറയുന്നു? ഒരു 10 ദിവസത്തെ ഉറൂസിന്റെ വഅദ് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചെടുത്തു? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഒരു വഅദ് കഴിഞ്ഞു, ഞാൻ ഇന്ന് എന്ത് മനസ്സിലാക്കി, ഇന്ന് എന്ത് പുതുതായി ഞാൻ എന്ത് പഠിച്ചെടുത്തു? മുൻദുകം സഹിബ്തനി, എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? മുൻദു 33 സന, 33 വർഷമായിട്ടുണ്ട്. എന്നിട്ട് എന്ത് നിങ്ങൾ പഠിച്ചെടുത്തു? ഖാല 8 മസായിൽ, ഞാൻ പഠിച്ചെടുത്തത് 8 മസ്അലകളാണ്, 8 ആശയങ്ങളാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, 33 വർഷം കൊണ്ട് പഠിച്ചത് 8 മസ്അല, വേറൊന്നും കിട്ടിയില്ലേ? ആകെ 8 പഠിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഹുവ കദാലിക്, എനിക്ക് 8 പഠിക്കാൻ പറ്റിയുള്ളൂ. ലമ്മ തഅല്ലം ഇല്ലാ 8 മസായിൽ, 8 മസ്അലകളല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പഠിച്ചെടുത്തിട്ടില്ല ശൈഖ് അവറുകളെ. ഞാൻ അതിലേറെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും. എങ്കിൽ ഹാദിഹി 8, ഈ 8 കാര്യങ്ങളിൽ നിന്ന് പഠിപ്പിച്ചതാ. ഞാൻ എന്റെ ചെവി കൊണ്ടൊന്ന് കേൾക്കട്ടെ. 33 വർഷം എന്റെ കൂടെ നടന്ന് പഠിച്ചെടുത്ത ദീനിന്റെ വിവരത്തിൽ 8 മസ്അലകൾ നിങ്ങൾ പഠിച്ചത് ഞാനൊന്നറിയട്ടെ. ഒന്നാമത്തേത്, മഹാനായ ഹാതിമുൽ അസം എന്ന മഹാനായ ശിഷ്യൻ ശഖീഖുൽ ബൽഖി എന്ന മഹാനായ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത 8 മസ്അലകൾ. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണം കഴിയുമ്പോഴേക്കും നമുക്ക് പഠിച്ചെടുക്കാനുള്ള 8 വിഷയങ്ങൾ. ഒന്ന്, നദറതു ഇലാ ഹാദിഹിൽ ഖൽഖി, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബ, ഓരോരുത്തർക്കും ഓരോ പ്രേമഭാജനം വേണം. ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്നേഹിക്കണം, പ്രേമിക്കണം. പ്രേമം ഞാൻ കാണുന്നുണ്ട് അല്ലെ? ചെറിയ മക്കൾ എന്ന് തുടങ്ങിയാൽ അഡോളസൻസിലേക്ക് കടക്കുന്ന മക്കൾ, പ്യൂബർട്ടിയിലേക്ക് ആയി തുടങ്ങുന്ന പെൺകുട്ടികൾ, അവിടെ നിന്നങ്ങോട്ട് പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ ചിന്തകൾ വന്നു തുടങ്ങുകയാണ്. മഹാനായ ഹാതിമുൽ അസം പറഞ്ഞു, ലോകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രേമം ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. പ്രേമിക്കണമെന്ന് ആരോടൊക്കെയോ സ്നേഹത്തിന്റെ വാക്കുകൾ, സ്നേഹപ്പെടലുകൾ, എന്റേത് സ്വന്തമാണെന്ന തോന്നൽ, അത് എന്റേതാണെന്നൊരു പൊസസീവ്നെസ്, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഹുവ മഅ മഹ്ബൂബിഹി ഇലൽ ഖബരി, ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വക്ക് വരെ മാത്രമേ തന്റെ മെഹബൂബ് കൂടെയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മെഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല. വലിയ സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഭയങ്കര സംഭവമാണ്. മഅറൂഫുൽ ഖൽഖ് തങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഇവരെ കോടി
ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ ഓടുകയാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഏറ് കൊള്ളാനല്ലല്ലോ ഞങ്ങൾ വന്നത്, നിങ്ങളോട് സ്നേഹം എന്ന് പറയാനാ. ഞാൻ പറഞ്ഞു, എന്നോട് സ്നേഹാണെങ്കിലേ എൻ്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയില്ല ആളൊക്കെ നമുക്ക് എതിരായിട്ട് പറയണമെങ്കിൽ നമ്മൾ എടുക്കൂല. അല്ലല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണം എന്നാണ്. മെഹബൂബ് അങ്ങനെയാണ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മെഹബൂബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മെഹബൂബാണവൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മെഹബൂബാണ്. ആ സ്നേഹമാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശഫാഅത്തായി രൂപപ്പെടുന്നത്. ആ സ്നേഹമാണ് ലിവാഉൽ ഹംദിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്നത്. ആ സ്നേഹമാണ് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ സ്നേഹമാണ് അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന. സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്, ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുംറത്തിൽ, ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം, അല്ലാഹുവിനോടുള്ള സ്നേഹം, അവന്റെ ദീനിനോടുള്ള സ്നേഹം. ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. ഷഖീഖുൽ ബൽഖി, ഒരുപാട് പ്രേമഭാജനം, ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട്. പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മെഹബൂബിന്റെ കൂടെ, മുഹിബിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കാൻ ഒരുക്കമല്ല. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഫഇദാ വസല ഇലൽ ഖബ്രി ഫാറഖഹ, മരണം ആസന്നമാവുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ്, ഭാര്യയോടൊപ്പം ഖബറിലേക്കില്ല. എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ ഖബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല. പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ, അവരാരും തന്റെ മെഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, എന്റെ കൂടെ ഖബറിൽ വന്ന് കിടക്കാൻ ഒരു മെഹബൂബ് എനിക്ക് വേണം. ഖബറിൽ പോയി കിടക്കാനുള്ളൊരു മെഹബൂബ് എനിക്ക് വേണം. ആ മെഹബൂബ് ആരാണെന്ന് ഞാൻ നോക്കുമ്പോൾ ഫജഅൽതുൽ ഹസനാതി മെഹബൂബി, സൽക്കർമ്മങ്ങൾ എന്റെ മെഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു. സൽക്കർമ്മങ്ങൾ, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്നത് സ്വദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖയാണ്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട്. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട്. ആളുകൾ അമൽ ചെയ്യുന്ന ഇൽമുണ്ട്, സ്വന്തമായി അമൽ ചെയ്ത് ശീലിപ്പിച്ച അമൽ ഇൽമുകളുണ്ട്. ഇതല്ലാതെ എല്ലാം ഖബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി. കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാ നേരത്തെ 2 റക്അത്ത് നിസ്കാരം, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത്, ദീനി മദ്രസക്ക് വേണ്ടി കൊടുത്തത്, ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത്, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത്, ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത്, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളല്ലാതെ എന്റെ കൂടെ കഴിയാൻ ഒരു മെഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ ഫജഅൽതുൽ ഹസനാതി മെഹബൂബി, എന്റെ പ്രേമഭാജനങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഷഖീഖുൽ ബൽഖി എന്ന് അരുമ ശിഷ്യൻ ഹാത്തിമുൽ നസം ആദ്യം പഠിച്ചെടുത്തതാണ്. സ്നേഹിക്കണല്ലോ, ആരും സ്നേഹിക്കണില്ലേ? ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട് ഇംറുൽ ഖൈസ്, അറബി സാഹിത്യത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അലൈക്കും ബി അശ്ആരിൽ ജാഹിലിയ്യ, ജാഹിലി പ്രീ ഇസ്ലാമിക് പോയട്രി, അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നു പോയിട്ടുള്ള കവികൾ കാണും. മജ്നൂൻ അങ്ങനെയാണ്. ഇംറുൽ ഖൈസ് ലൈലയെ പ്രേമിച്ച ആളാണ്. ഗസാലി ഇമാം പറയുന്നുണ്ട്, ലൈലയെ പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജ്നൂൻ പറഞ്ഞു, ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഇനി ഒരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞെൻ്റെ കണ്ണ് ശുദ്ധിയാക്കണം. പ്രേമം തലക്കടിച്ചാൽ എന്തൊക്കെയാ പറയാന്ന് അറിയില്ലല്ലോ.
ഗസാലി ഇമാം പറയാ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്? ഹറാമിലേക്ക് നീ നോക്കിയ ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റുക? ഇംറുൽ ഖൈസ് ഒരു പെണ്ണിനെ കുറിച്ചായി പറഞ്ഞത്. وكيف ترى ليلى بعين ترى بها سواها وما طهرتها بالمدامع وكيف ترى ليلى ലൈലയെ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും? ബിഐനിൻ തറാ ബിഹാ സിവാഹാ, ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും? വമാ തഹർതഹാ ബിൽ മദാമിഇ വമാ തഹർതഹാ ബിൽ മദാമിഇ, കണ്ണുനീരുകൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക? മുഅ്മിനേ, ഇംറുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത്. ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്? വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, നാദിറത്തുൻ, നല്ല ശോഭയുള്ള മുഖങ്ങൾ, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, ദിവ്യമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം ആ സ്നേഹം അങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും. വുജൂഹു യൗമഇദിൻ നാദിറ. നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല. ഭൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല, മുഖത്ത് ഇരുട്ട് കാണും. മുഖത്ത് നോക്കിയാൽ, മുഅ്മിനായ മനുഷ്യന് നോക്കിയാൽ, കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഖൽബിൽ അല്ലാഹുവിനല്ലാത്തവരെ കൊണ്ടു നടക്കുന്ന ഹൃദയമാണോ എന്ന്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ, അവൻ നോക്കുന്നത് അല്ലാഹു നൽകിയ പ്രകാശം കൊണ്ടാണ്. മുഖത്തൊരു ശോഭ വരും, ദുനിയാവിൽ വരും. സ്നേഹം വെർട്ടിക്കൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആവരുത്. ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കൽ ആവണം അല്ലാഹുവിലേക്കുള്ളത്. നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും. ആ പ്രകാശം മറ്റൊന്നുമല്ലേ, ഇലാ റബ്ബിഹാ നാദിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാല് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആര്? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലേ, സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം, ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ല. ഹൃദയത്തിന് പറിച്ചൊഴിവാക്കുക. ഈ ഹൃദയം അല്ലാഹുവിന് കൊടുക്കാനുള്ളതാണ്. എല്ലാ മെഹബൂബുകളും തന്റെ മെഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മെഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു. അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, എല്ലാവർക്കും പ്രേമഭാജനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാജനം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. എന്റെ പ്രേമഭാജനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ്. എന്റെ പ്രേമഭാജനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സ്വതക്കയാണ്. എന്റെ പ്രേമഭാജനം എന്റെ പരിശുദ്ധ കലാമാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമോദലാണ്. അങ്ങനെ എന്റെ മെഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു. 33 വർഷം മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് 8 മസ്അല മനസ്സിലാക്കിയെടുത്തതിലെ 1-ാമത്തെ മസ്അല, സ്നേഹിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ സ്നേഹം അല്ലാഹുവിനോട്. എല്ലാവർക്കും പ്രേമുണ്ട്, എന്നാൽ എന്റെ പ്രേമം അല്ലാഹുവിനോടാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് കൊടുക്കിൻ, ഹൃദയം അല്ലാഹുവിനാണ്. ഖൽബ് അല്ലാഹുവിന് കൊടുക്കിൻ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അഹ്സൻത യാ ഹാത്തിം, ഹാത്തിം നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമാണ്. ഇനി ബാക്കിയുള്ള 7 കൂടെ പറഞ്ഞു തരേൻ. രണ്ടാമത്തേത് എന്താണ്? 33 കൊല്ലം കൊണ്ട് പഠിച്ചതാണ്. 33 ദിവസത്തെ വാദല്ലേ, 33 വർഷം ഇൽമു പഠിച്ചിട്ട് കിട്ടിയ ആശയം. രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു. നളർതു ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി. വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ.
വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ, ഇങ്ങനെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, അത് നടപ്പാക്കാതിരിക്കുക. സുബഹിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ്, അതിന് എതിര് ചെയ്യേ, നീ എഴുന്നേൽക്ക്. ഖൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട, മആദല്ലാഹ്, വേണ്ട വേണ്ട എന്ന് മാറ്റിവെക്കുന്നത്. കള്ളുകുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന, മദ്യപിക്കാൻ തോന്നുന്നത്, നഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടമാണ്, എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത്. അല്ലാഹു ഇഷ്ടമല്ലേ, എനിക്കത് വേണ്ട. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും. പടച്ചവനെ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാൻ ഇല്ലെന്ന് പറയുന്നത്, അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വനഹൻ നഫ്സ അനിൽ ഹവാ, പ്രേമവും അനുരാഗവും തോന്നി, ഈ അനുരാഗം നരകത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ, എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ സംഭവിക്കുന്ന പറഞ്ഞത്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗ്ഗമാണ് അവരുടെ സങ്കേതം, പിന്നെ സ്വർഗ്ഗമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അല്ലാഹുവിന്റെ ചരക്കുകൾ വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് അൽ ജന്ന, സ്വർഗ്ഗമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മനോഹരമായൊരു വീട് ദുനിയാവിൽ കാണുമ്പോൾ, അല്ലാഹുവേ, ഒരു മനുഷ്യന് ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ? വലിയ വലിയ ബംഗ്ലാവുകൾ, മാണിക്യ കൊട്ടാരങ്ങൾ, പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ, അല്ലാഹുവേ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ. സ്വർഗ്ഗം അതാണ്. അല്ലാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൻ നാസിആത്തിന്റെ 40-41 ആയത്തുകൾ ഞാനൊന്നിങ്ങ് പരിശോധിച്ചു നോക്കി. ശൈഖ് അവറുകളോട്, ഷഖീഖുൽ ബൽഖിയോട് ഹാസിമുൽ അസം തങ്ങളുടെ മറുപടി ഞാൻ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചു. അല്ലാഹു ഇങ്ങനെ പറയാൻ, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى فَعَلِمْتُ. ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ ഖൗൽ ഹുവൽ ഹഖ്, അതാണ് ഹഖ്. فَأَجْهَدْتُ نَفْسِي فِي دَفْعِ الْهَوَى, എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും അങ്ങനെ എന്റെ ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണ് പോവാണ്.
വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരെയാണ്. മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും? എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? അതിനൊരു ക്യാപ്സ്യൂള് ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ സബ്അ മർറാത്ത്, ഒരു തെറ്റ് അള്ളാഹുവിനെ ഓർത്ത് 7 പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരാൾ പിന്മാറിയാൽ, فإن الله أكرم أن يبتليه بذنب تركه لأجله 7 مرات. 7 പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യന് അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം. ഒരിക്കൽ ഇങ്ങനെ തോന്നി, അള്ളാഹ് ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യണ്ടേ. അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് 7 പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ, ഒരിക്കൽ തോന്നി വേണ്ട ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാൻ, പുറത്തിറങ്ങി നടക്കല്ലേ, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല, നിങ്ങൾ അച്ചടക്കത്തിൽ, വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാ. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, കണ്ണ് സൂക്ഷിക്കണം. ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവനാ സത്യവിശ്വാസിയായ മുസ്ലിം. കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണ് സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ. മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ. അല്ലേ, കണ്ണ് ചിമ്മണം. അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണ് ചിമ്മി, ചെറിയൊരു പ്രയാസമൊക്കെ ഇപ്പൊ തോന്നി, പടച്ചോനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലേ. പെട്ടെന്ന് ഫോണിലേക്കൊരു ചിത്രം വന്നു, അല്ലാഹ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം, ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു, നീ ഒന്ന് ക്ലിക്ക് ചെയ്യ്, ഒന്ന് നോക്ക്, ഒന്ന് എൻ്റർ ചെയ്യ്. വേണ്ട 2 പ്രാവശ്യം, വേണ്ട 3 പ്രാവശ്യം, ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 4, ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല. 5, 6, 7, 7ാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ, ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല. പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി 7 പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളുകുടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വ്യഭിചരിച്ചവര്, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി അത് ചെയ്യൂലേ. പ്രേമം, അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക്, വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല, ഒരിക്കൽ ഇല്ല, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിനെ റെസ്പോൺസ് ചെയ്യൂലേ. 7 പ്രാവശ്യം നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും. ശരീരത്തിനത് ഇഷ്ടമാകും. അള്ളാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഖീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ്, നളർതു ഫീ ഖൗലില്ലാഹ്, അല്ലാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, അതാണ് ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അതല്ല, അല്ലല്ല, എന്റെ നാട്ടുകാർ കാണുന്നു, അതൊന്നും നീ നോക്കണ്ട. ഖാഫ മഖാമ റബ്ബിഹി, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്,
ഇമാമുന അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്ക് എങ്ങനെ കള്ളുടിക്കാൻ പറ്റും? നിനക്ക് എങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും? നിനക്ക് എങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും? നിനക്ക് എങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും? നിനക്ക് എങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും? അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്, അല്ലേ? ഞാൻ ചെയ്ത തെറ്റ് അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അള്ളാഹ് കാണില്ല എന്ന് അള്ളാഹ് കാണുന്നുണ്ടെന്ന് അറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റ് ചെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ, നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ? അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതലൊന്നും വാദം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നാവാതെ പോരെ. സുഹൃത്തുക്കൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം. അതിനാണ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും ഹക്ക് കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ കാരണം ഓർമ്മിപ്പിക്കണം, പരസ്പരം ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിലൊരു പ്രേമമാണ്, ഏതോ ഒരു പെണ്ണിനോട് പ്രേമമാണ് മനസ്സിൽ നിങ്ങളുടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പെണ്ണിന്റെ വീടിന്റെ അരികത്തുകൂടെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഖാരിജത്ത് ബിൻ സിയാദ്. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് തുല്യനായ ഒരു ചെറുപ്പക്കാരൻ, ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ ഖാരിജ ഇബ്നു സിയാദ്. പ്രേമായിരുന്നു. അങ്ങനെ താൻ ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി തന്റെ ഇടമുള്ള കുട്ടിയാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടികത്തുകൂടെ ഇങ്ങനെ ഇടക്കിടക്ക് ഇവൻ നടക്കും. ഇവൻ പള്ളിയിൽ പോയി വരുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ രസം. പള്ളിയിൽ പോയിട്ടുണ്ട്, ചിന്ത പ്രേമമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പെണ്ണിനോട് ഇവൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നിനക്കറിയുമോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, അനുരാഗമുണ്ട്, നീ ഇതിനൊരുക്കമാണോ? ഒരൊറ്റ മറുപടിയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി പോലെ വാ തുറന്ന് ഉറക്ക മറുപടി പറയാൻ കഴിയുന്ന പെൺകുട്ടികളാവണം നമ്മുടെ മക്കൾ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പഴപ്പിക്കാൻ വരുമ്പോ നിന്റെ ആ പ്രേമമൊക്കെ എല്ലാ സ്വകാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന മഹ്ശറ എന്ന ദിവസമില്ലേ അല്ലാഹു യൗമത്തഗാബുൻ എന്ന് വിളിച്ചത്, ആ ദിവസത്തേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അന്ന് കാണാൻ കേട്ടോ യൗമത്തഗാബുൻ. അന്നാവാം പ്രേമം. ഇവിടുന്ന് ഞാനതിനില്ല എന്ന് ഉറക്കെ നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ കുട്ടികൾക്ക് വേണം. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികൾ പ്രേമവുമായി വരുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിനെ പേടിക്കാൻ പറയണം. പ്രേമം നടിച്ചു വരുന്ന പെണ്ണിനോട് ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരുത്തി കൊടുക്കണം. മക്കയിൽ നടന്നൊരു സംഭവം, ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാത്യാഗിവര്യനായ ഒരു പണ്ഡിതൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിന്റെ സൗന്ദര്യം കണ്ട് പഴച്ചു പോകാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സ്നേഹം തോന്നിയപ്പോ പറഞ്ഞതാ. സ്നേഹം തോന്നി പല ആൾക്കാരും പലതും പറയൂലേ. ഈസ ഇബ്നു മൂസ എന്ന് പറയുന്ന ഒരു ഖലീഫ മൻസൂർ രാജാവിന്റെ കാലത്തിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. പെണ്ണിനോട് ഇയാൾ പറഞ്ഞതാ, സ്നേഹം തലക്ക് കയറിയിട്ട് വല്ലാണ്ടങ്ങ് പ്രേമിച്ചിട്ട് പറഞ്ഞു, എന്ത് അൻതി താലിഖ് ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി, ഈ പൂർണ്ണചന്ദ്രനെക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാഖ് സംഭവിച്ചു. എങ്ങനെ? ഈ പൂർണ്ണചന്ദ്രനെക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ, ഇയാളെ വിചാരം പൂർണ്ണചന്ദ്രനെക്കാളൊക്കെ ഇവൾ സുന്ദരിയാണെന്നാണ്, അതിനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാഖ് സംഭവിച്ചു. ഇങ്ങനെയൊന്നും തൊലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ലേ. പക്ഷെ ഒരാളങ്ങനെ കളിച്ചു, എന്ത് ചെയ്യും? ആ പെണ്ണുടനെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് അന്യായ പെണ്ണാണ്, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും? തൊലാഖ് സംഭവിച്ചല്ലോ. പൂർണ്ണചന്ദ്രനെക്കാളൊക്കെ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അവൾ
ഇയാൾ നേരെ ഓടി, പടച്ചോനെ കുടുങ്ങിപ്പോയല്ലോ, ഞാൻ അതത്രയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. നേരെ ഖലീഫ മൻസൂർ രാജാവിൻ്റെ അടുത്തെന്നും അവിടെ ഷാഫിഈ ഹനഫി മദ്ഹബിലെ മുഴുവൻ ഫുഖഹാക്കളെയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും ഫത്വ കൊടുത്തു, തൊലാക്ക് സംഭവിച്ചു. എങ്ങനെ പൂർണ്ണചന്ദ്രനേക്കാളും ഇവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് തൊലാക്ക് സംഭവിച്ചു. ഇയാൾ പറഞ്ഞത് അതാണ്, പൂർണ്ണചന്ദ്രനേക്കാളും ഇല്ലം തകൂനി അജ്മല മിനൽ ബദർ, നീ ബദറിനേക്കാളും സുന്ദരി അല്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു എന്നല്ലേ. ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ മാത്രം, ഒരു ഫഖീഹ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളെന്താ ഒന്നും പറയാൻ? എന്റെ അഭിപ്രായത്തിൽ തൊലാക്ക് സംഭവിക്കൂല എന്നാ. എന്തേ? അള്ളാഹു പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും മനോഹരമായ പ്രൊപ്പോർഷനിൽ പടച്ചവനാണ് അല്ലാഹു. ലഖദ് ഖലഖനൽ ഇൻസാൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ لقد خلقنا الإنسان في أحسن تقويم. മനുഷ്യനെയാണല്ലോ ഏറ്റവും മനോഹരമായിട്ട് അല്ലാഹു പടച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ അഹ്സനു തഖ്വീം, ഏറ്റവും മനോഹരം മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ചന്ദ്രനേക്കാളും മനുഷ്യന് ഭംഗിയുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എല്ലാറ്റിനേക്കാളും ഭംഗി മനുഷ്യനാണ്. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്ക് ശരിയാണല്ലോ, ഇവരുടെ തൊലാക്ക് സംഭവിക്കുകയില്ല എന്നായി. ഖലീഫ മൻസൂർ അതാണ് ഫത്വയായി അംഗീകരിച്ചിരുന്നത്. കുഴപ്പമില്ല, പോയിക്കോളി, ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിച്ചവർ തൊലാക്ക് എന്ന വാക്ക് പിന്നെ പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണമെന്നാ പറയാം. ആ വാക്ക് തമാശയിൽ പോലും എടുത്ത് കളിക്കരുത്, പറയാൻ പാടില്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് ചോദിക്കുന്നു, നിന്റെ പരിശുദ്ധ മുഖം കണ്ടിട്ട് വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? പറഞ്ഞു, ശരിയാണ്, എന്നെ കണ്ട ആരും നോക്കിപ്പോവും, എന്നെ കണ്ട ആരും ഒന്ന് കൊതിച്ചു പോകും. പെണ്ണുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ നാട്ടുകാർക്കുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്. ആരും കൊതിച്ചു പോകും, അവളും തന്നെ പറയായി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടാണ് നീ കല്യാണം കഴിച്ചതെങ്കിൽ ലഅല്ല ജമാലഹാ യുത്ഗീഹാ, അവളുടെ ആ സൗന്ദര്യം കൊണ്ട് അവൾ പഴിച്ചു പോയേക്കും, അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇവളും പറഞ്ഞു, ശരിയാണ്. ഇയാളിങ്ങനെ ഭർത്താവ് ആലോചിക്കുക, ഭർത്താവും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ സംബന്ധിച്ച് അയാൾക്കൊരു അഭിമാനം തോന്നിയിട്ട് പറഞ്ഞു, മക്കായിലെ ഉബൈദ് ഇബ്നു ഉമൈർ, ആ മഹാനായ പണ്ഡിതനെ ചെന്ന് പഴിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്ക്, നീ ഒന്ന് നോക്ക്, ഒന്ന് ചെന്ന് നോക്ക്. ഹറമിലേക്ക് ചെന്ന് മക്കയിലേക്ക് മഹാനായ അല്ലാമ ഇബ്നു റജബ്, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ ദമ്മുൽ ഹവായിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റഹ്മഹുള്ളയുടെ പരിശുദ്ധമായ ആ മഖാമിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് മസ്അല പഠിക്കണം, പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഹറമിൽ വന്നിരിക്കുകയാണ്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. തനഹ അന്നി ഇലാ സാവിയത്തിൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നാലോ? ചോദിച്ചോ എന്ന് പറഞ്ഞു. ഫകശഫത അൻ വജ്ഹിഹാ, അവരുടെ നിഖാബ് അവൾ അങ്ങ് എടുത്തു മാറ്റിയപ്പോ മനോഹരമായ സുന്ദരിയായ സൗന്ദര്യമുള്ളൊരു പെണ്ണാണ്. അവൾ ചോദിച്ചു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് നിങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്. ചെറുപ്പക്കാരനാണ് ഉബൈദ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അല്ലാഹുവിന്റെ പള്ളിയിൽ ഹറമിലാണ് നടക്കാൻ പോകുന്നത്. ഹറമിൽ വെച്ചാണ് ഈ ചോദ്യം നടന്നത്. പഴപ്പിക്കാൻ പറ്റുമോ എന്ന് പിശാച് ഇങ്ങനെ നോക്കുന്ന ചിന്തയാണ്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്. മരിച്ചു പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോ, നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വരുമ്പോൾ, ഞാൻ ഈ നിന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന വ്യഭിചാരം നിനക്ക് അന്നേരം ഇഷ്ടമാണെന്ന് തോന്നുമോ? ഇല്ല. അദ്ഖൽതിൽ ഖബർ, നീ ഖബറിലേക്ക് പ്രവേശിക്കുകയും ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു നന്മ ചെയ്തു വന്നവരെ നന്നായി സ്വീകരിക്കുകയും തിന്മ ചെയ്തു വന്നവരെ അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ശിക്ഷിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ, ഖബറിലെ ചോദ്യോത്തരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത്, പെണ്ണെ, നീ ചെയ്തു പോകുന്ന വ്യഭിചാരത്തെ കുറിച്ച് നിനക്ക് ഇഷ്ടം തോന്നുമോ? അപ്പോൾ ഇല്ലല്ലല്ല, എനിക്കത് വേണ്ട. ഈമാനുള്ള പെണ്ണാണ്, ഒരൽപ്പം ഈമാൻ അവൾക്കുണ്ട്. മഹ്ശറായിലേക്ക് വരുമ്പോ നിന്റെ കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ തരിക എന്ന് പേടിച്ച്
ആർക്കാണോ നന്മകളുള്ളത് അവർ വലത് കൈയിലും, ആരാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത് അവർക്ക് ഇടതിലും നൽകപ്പെടുമ്പോൾ ആ നേരത്ത് നീ കൊതിച്ചു പോകുമോ ഈ തിന്മ സംഭവിച്ചെങ്കിലും? നീ കൊതിച്ചു പോകുമോ ഈ തിന്മ ഉണ്ടായെങ്കിലെന്ന്? അതല്ല വേണ്ടെന്നാണോ പറയാ? വേണ്ട വേണ്ട വേണ്ട. ശുറാച്ചിലൂടെ നീ കടക്കുമ്പോൾ ഓരോരുത്തരും അമലുകൾ കുറഞ്ഞു പോയവർ, കുഫറിന്റെ ആളുകൾ, മഅസിയത്തിന്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ നരകത്തിലേക്ക് ഇങ്ങനെ വീഴുമ്പോ സത്യവിശ്വാസികൾ മാത്രം ജയിച്ചു പോകുമ്പോൾ നീ ആഗ്രഹിക്കുമോ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിരുന്നെങ്കിലെന്ന് നീ കൊതിക്കുമോ? ഇല്ല. ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ. ഇവർ സ്വർഗ്ഗത്തിലേക്ക് ഇവർ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറഞ്ഞു വിടുമ്പോ ആ നേരത്ത് ഈ തിന്മ നിന്റെ കൂട്ടിന് വരാൻ നീ ആഗ്രഹിക്കുമോ? ഇല്ല ഇല്ല, എനിക്ക് വേണ്ട വേണ്ട, എങ്കിൽ നമുക്കിതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച മഹാനാണ് ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ. പെണ്ണിനെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞതെടുത്ത് പെണ്ണു ഇങ്ങോട്ട് ചെറുപ്പക്കാരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ എത്ര എളുപ്പമാണ്. ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ആവശ്യം സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യലാണെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തു. ഹാത്തിമുൽ അസം പറയുന്നു ഷഖീഖുൽ ബൽഖിയോട്, അള്ളാഹുവിന്റെ ഈ വചനം കേട്ടപ്പോൾ പിന്നെ എന്റെ ശരീരത്തിന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത്, നിന്റെ ഇഷ്ടമാണ് പടച്ചവനെ. ഇതാണല്ലോ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ലോകത്തെ ആർക്കും മനസ്സിലാകുന്ന ഒരു പോളിസിയാണ്. കള്ളു കുടിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. കള്ളു കുടിച്ചിട്ട് ഓഫീസിലേക്ക് ജോലിക്ക് വരാൻ സമ്മതിക്കോ? ഇല്ല. കള്ളു കുടിച്ചിട്ട് ഒരു പൊതുസഭയിൽ ഒരാൾ വന്നിരിക്കാൻ സമ്മതിക്കോ? ഇല്ല. പിന്നെ എപ്പോഴാ സമ്മതിക്കുക? കള്ളു കുടിച്ചത് എൻ്റെ വയറ്റിൽ തന്നെ കിടക്കുകയാണെ പൊരി പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണാം. സമൂഹത്തിൽ പല ചിന്തക്കാരുമില്ലേ? ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? നീ അത് തൊടണ്ട, നിനക്കത് വേണ്ട, നീ അത് ചെയ്യരുത്, നീ ഒരിക്കലും തൊടണ്ട. നീ എപ്പോഴാ വണ്ടി എടുത്ത് പോവാന്നറിയോ? നീ എപ്പോഴാ നിന്റെ ഉള്ളിലെ മുഴുവൻ സ്വകാര്യതകളും വായിലൂടെ നീ പോലും അറിയാതെ വിളിച്ചു പറഞ്ഞ് അപമാനിതനാകാൻ നീ ഒരുക്കമാണോ? വേണ്ട, നിന്റെ ബുദ്ധിയെ നീ സൂക്ഷിക്കേ. ഡ്രഗ്സ് നീ ഉപയോഗിക്കല്ലേ, മയക്കുമരുന്ന് അടിമപ്പെടല്ലേ, മദ്യപാനത്തിലേക്ക് നീ പോകല്ലേ. എന്തിന്? നിന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ. അള്ളാഹുവിന്റെ നിയമമാണത്. ഞാൻ എന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ. ആർക്കെല്ലാം എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. അത് വണ്ടി ഓടിക്കുന്ന, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ? ഇല്ല. there are certain rules to be followed. മനുഷ്യന്മാരെ നിയമം പാലിച്ചിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സ്കൂളിൽ നിയമമില്ലേ? ഒരു നഗരസഭയിലേക്ക് ചെന്നാൽ അവിടെ നിയമമില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ നിയമമില്ലേ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിയാണ് ഇന്ന് ഏറ്റവും വലിയ സീരിയസ് ആയ വിഷയം. കളി ഭയങ്കര സീരിയസ് ആണ്. കളിയിലെ നിയമങ്ങളൊക്കെ എന്താ? എല്ലായിടത്തും നിയമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള നിയമമാണ് പരിശുദ്ധ ഖുർആനും അവന്റെ തിരുനബിയുടെ സുന്നത്തും. ഇത്രയേ ഉള്ളൂ. ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും ചെയ്താൽ ലോകത്ത് എന്ത് സംഭവിക്കും? ശരീരത്തെ നീ കൺട്രോൾ ചെയ്യേ. നിന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് ഒത്തു വന്നിട്ടുണ്ടോ? നീ പൊയ്ക്കോ, ഗോ അഹെഡ്. നിന്റെ ആഗ്രഹവും അള്ളാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അള്ളാഹുവിന്റെ ചോയ്സ് അത് നീ തെരഞ്ഞെടുക്ക്. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹം നീ വിട്ടേച്ചുകള. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. 8 മസ്അലകൾ പഠിച്ചെടുത്ത 33 വർഷത്തെ വൈജ്ഞാനിക സപര്യയിലെ 8 മസ്അലകളിലെ 2 മസ്അലകൾ മഹാനായ ഹാത്തിമുൽ അസം തന്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ശരീരത്തെ സൂക്ഷിക്കണം. മൂന്നാമത്തേത് എന്താണ്? ഷഖീഖുൽ ബൽഖിയുടെ ചോദ്യം, അന്നി നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറഅയ്തു കുല്ലു മൻ മഅഹു ശൈഉൻ ലഹു ഖീമത്തുൻ വമിഖ്ദാർ റഫഅഹു വഹഫിളഹു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും വളരെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യൻ പറയാൻ, ലോക മനുഷ്യരെങ്ങനെ നോക്കുമ്പോ വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതിന് വില കിട്ടുമല്ലോ. സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക, 2 വർഷം കഴിയുമ്പോൾ വില ഇരട്ടിയാകുമല്ലോ. കിടക്കട്ടെ. ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നവർ, ജ്വൽസ്, ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, ഒക്കെ വിലപിടിപ്പുള്ളത്. വിലപിടിപ്പുള്ള
ഓരോന്ന് വാങ്ങി വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് വാങ്ങിച്ചു വെക്കാനുള്ള ആഗ്രഹം തോന്നും. ആയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാ, ആയിക്കോട്ടെ. ഹാത്തിമുൽ അസ്മ പറയണേ, 33 കൊല്ലം കൊണ്ട് പഠിച്ച മൂന്നാമത്തെ മസ്അല. ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഓരോരുത്തരും വിലപിടിപ്പുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ബാങ്ക് ലോക്കറുകളിലാണ്, ചിലത് വീടിന്റെ ഉള്ളിൽ ആരും കാണാത്തടത്ത് സൂക്ഷിച്ചു വെച്ചത്. ട്രഷേഴ്സ്, നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പിന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വചനം ഞാൻ കാണുന്നത്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. നിങ്ങളുടെ കയ്യിൽ തീർന്നു പോകും. നിങ്ങൾ മരിച്ചാലെങ്കിൽ ആളുകൾ എടുത്തു പോകും, അല്ലേ? നിങ്ങളുടെ വറസത്ത്, നിങ്ങളുടെ അനന്തരാവകാശികൾ അതെടുത്തു പോകും. മാ ഇൻദകും യൻഫദ്, പക്ഷേ വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അരികത്ത് എന്താണോ ഉള്ളത്, അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ. فكلما وقع معي شيء له قيمة ومقدار وجهته لله ليبقى عنده محفوظا. അങ്ങനെ ഞാനൊരു ആയത്ത് കണ്ടപ്പോ എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, എല്ലാം. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീരും, അള്ളാഹുവിന്റെ അടുത്തുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ ഏതൊരു വിലപിടിപ്പുള്ള സാധനം എനിക്ക് ലഭിച്ചാലും ഞാനത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നീക്കി കൊടുക്കുകയായി. അള്ളാഹുവിന് പോകട്ടെ, എന്റെ വക ഇത്ര അള്ളാഹുവിന്റെ പള്ളിക്ക്, ഇത്ര അള്ളാഹുവിന്റെ ദീനിന്, ഇത്ര ഈ പരിപാടിക്ക്, ഇത്ര ഈ ഒരു വഅദിന് അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എനിക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ളതുണ്ടോ അതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയോ? നാളെ നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പൊ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, കുറെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. കാരണം മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും. ഈ ലോകത്തിന്റെ ചിത്രം തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يجعله حطاما. ശുദ്ധ ഖുർആൻ. യഅലമു, സൂറത്തുൽ ഹദീദ്. നിങ്ങളൊക്കെ അറിയണം, ചെറുപ്പക്കാരറിയണം, ചെറുപ്പക്കാരികൾ അറിയണം, പ്രായമുള്ളവരറിയണം, ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞോളൂ. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുർ. 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ വേൾഡ്ലി എക്സ്പീരിയൻസ്, നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ദുനിയാവും ആലമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ കടലും ഈ തെങ്ങും ഈ വൃക്ഷങ്ങളും ആകാശവും മലകളും കുന്നുകളും പുഴകളൊക്കെ ആലമാണ്, അള്ളാഹിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വം വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. ഇതിനൊരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന സംഗതി. ദുന്യാവ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകം അനുഭവിക്കുന്നത്, അതിനാണ് ദുന്യാവ് എന്ന് പറയാം. നമ്മൾ പോയാൽ ദുന്യാവ് ഇവിടെ നിന്ന് പോയി, പക്ഷെ ആലം, ലോകം ഇവിടെ ബാക്കിയുണ്ട്. വ്യത്യാസമുണ്ട്. ദുന്യാവ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ്, നമ്മൾ എങ്ങനെ ഈ ജീവിതം അനുഭവിക്കുന്നു. ഈ ലോകത്തിന്റെ അനുഭവം 5 എന്ന പരിശുദ്ധ ഖുർആൻ 5 എണ്ണമാണ്. 1 ലൈബുൻ, കളിയാണ്. വലഹു, എന്റർടൈൻമെന്റ്. വസീന, ബ്യൂട്ടിഫിക്കേഷൻ. വതഫാഖുർ, ബോസ്റ്റിംഗ്. വതകാസുർ ഫിൽ അംവാലി വൽ ഔലാദ്, കോമ്പറ്റീഷൻ. ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഇതിലൂടെ സന്തോഷം കിട്ടുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഖുർആൻ പറയുന്നു കിട്ടൂല. ഇതുകൊണ്ട് സന്തോഷം കിട്ടും നമ്മൾ വിചാരിക്കും, പക്ഷെ നമുക്ക് കിട്ടൂല. ഏതുപോലെ? കമസലി ഗൈസിൻ, മഴ പോലെ. ഗൈസ് എന്ന അറബിയിൽ പറഞ്ഞാൽ മഴയ്ക്ക് ഒരുപാട് വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ. മഴയ്ക്ക് ഒരുപാട് പേരുകൾ, പക്ഷെ മഴയാണെങ്കിലും അറബ് ലോകത്ത് പെയ്യൽ വളരെ വിരളം. പക്ഷെ മഴയ്ക്ക് എത്ര പേരുകളാണ്.
അൽ ഗൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ഭൂമിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ, ആ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം. കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ വാബിൽ എന്ന് പറയും, അല്ലേ? ഗൈസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴ. ഫ്ലഡിങ് ആയില്ല, ഡ്രോട്ട് ആയില്ല, പക്ഷേ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു മഴ പെയ്തു, കൃഷി മുളച്ചു. അതിങ്ങനെ കതിരുകളായി വരുമ്പോ കർഷകൻ വിചാരിച്ചു, വാവ്, വളരെ മനോഹരം, ഈ കതിരുകളൊക്കെ ഒന്ന് ഉണ്ടായി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നാളെ എനിക്ക് കാശാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അള്ളാഹു ചുടുകാറ്റടിച്ച് നശിപ്പിച്ച് മഞ്ഞയായി മാറുന്ന കൃഷിയിടത്തെ പോലെ. ആ മഞ്ഞയായത് അത് പച്ചയായിരുന്നു. അത് മഞ്ഞയാവാനല്ല കർഷകൻ അധ്വാനിച്ചത്, പക്ഷേ അത് മഞ്ഞയായി പോയി. ഇനി അത് കാറ്റിലൂടെ പറക്കാൻ. ഇതുപോലെയാണ് നിങ്ങളുടെ ലോകത്തെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പരിശുദ്ധ ഖുർആൻ. കളിയും എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ സീന. ഒരു കുട്ടി ജനിക്കുന്നത് ഉടനെ കുട്ടിക്ക് ആവശ്യം കളിയാണ്, ടോയ്സ്. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കും, അല്ലേ? കളിക്കാനുള്ള സാധനങ്ങൾ. ലൈബുൻ, കുട്ടികളെ പാല് കൊടുത്ത്, ഉമ്മ പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയാലൊന്നും കുട്ടികൾ ഉറങ്ങൂല. അവരൊന്ന് കളിപ്പിക്കണം, ഒന്ന് ഇക്കിളിപ്പെടുത്തണം, ഒന്ന് പൊക്കണം, ഒന്ന് അവരെ കൊണ്ട് കളിക്കണം, ഒന്ന് ആടി ഉലയണം. അവർക്ക് കളി ഇഷ്ടമാണ്, ലൈബ് ഇഷ്ടമാണ്. ഒരു 2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്റർടൈൻമെന്റ് വേണം. പിന്നെ ലഹ്വിലേക്ക് ആവശ്യമായി തുടങ്ങി. അത് സ്കൂൾ പ്രായത്തിൽ, സ്കൂൾ 4, 5ലേക്ക്, 6ലേക്ക്, 7ലേക്ക് എത്തുന്നത് വരെ അവർക്ക് ലഹ്വ് വേണം, എന്റർടൈൻമെന്റ്. കളിക്കൂട്ടുകാര് വേണം, എപ്പോഴും ബിസി ആയിരിക്കണം. ടിവിയോ അതുപോലെ നെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വിരുന്നിന് പോലും മക്കൾ പോലും. എന്തേ? അവിടെ ബോറടിക്കുന്നു. എന്തേ? നത്തിങ് ടു കീപ് ദം ബിസി. ഇതാ വിഷയം. നമുക്ക് അവരെ എപ്പോഴും ബിസി ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നു ഈ കളി കൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഒരു ടോയ് നിങ്ങൾ മേടിച്ചു കൊടുത്തു, ആ ടോയ് വീട്ടിലേക്ക് എത്തി 4 ഏറ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട. കുട്ടി പറയുന്നു വേറെ വേണം, ഇതെനിക്ക് വേണ്ട, ഇനി വേറെ വേണം. ഒരു ഗെയിം മേടിച്ചു കൊടുത്തു, ആ ഗെയിം കുട്ടി കണ്ടു. ഇപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജിന്റെ എബവ് ലെവലുള്ള ഗെയിമുകളാണ് കുട്ടികൾക്ക്. 8 വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളത് 5 വയസ്സുള്ള കുട്ടിയപ്പോൾ കളിക്കുന്നത്. അതാ വിഷയം. 18 വയസ്സ് കളിക്കാനുള്ള ഗെയിം കളിക്കുന്നത് 10 വയസ്സുള്ള കുട്ടികൾ. അപ്പോഴേക്കും അവർ ബോറടിച്ചു, ഇനി ഇത് വേണം, എനിക്ക് വേറെ വേണം. ആദ്യം അവർ വിചാരിച്ചെന്താന്ന് പറഞ്ഞു, ഈ ഗെയിം കിട്ടിയാൽ മതി, ഞാൻ ശരിക്കും പഠിച്ച് ജയിച്ച് നല്ല കുട്ടിയായിക്കോളാം. മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറയും എനിക്കിത് വേണ്ട, ഇത് രസമല്ല. നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് രസം കിട്ടുന്നു, ഇല്ല. വസീനത്തുൻ, ആർഭാടം, ബ്യൂട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ കുറെ നേരം ചെലവഴിക്കുന്നത്. കുട്ടികളും തുടങ്ങും ആ നേരത്ത്. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാനിപ്പോ ചൊർക്കുണ്ടോ, എന്നെപ്പോ കാണാൻ തരക്കേടുണ്ടോ, അവന്റെ ട്രൗസറും അവൻ ഇൻ ചെയ്തും അവന്റെ ഷൂവും അവന്റെ ടൈയും അവന്റെ ബെൽറ്റും ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണത്. അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ സീനത്തുൻ, പിന്നെ ആർഭാടത്തെ കുറിച്ചുള്ള ചിന്തയായി, ഭംഗി വേണമെന്നായി. അതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ സോക്സ് 2 മാച്ച് ചെയ്യുന്നുണ്ടോ, ഷൂ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഭംഗിയുള്ളത് വേണം. വീടിന് ഭംഗിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെയും ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കൂല. വാപ്പാന്റെ കാറ് പഴയ മാരുതി 800 ആണെങ്കിൽ, വാപ്പ സ്കൂളിന്റെ മുമ്പിൽ എന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ, നിങ്ങൾ മാണിക്കോത്ത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബാക്കി നടന്നോളാം, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ പഴയ കാറൊന്നും എൻ്റെ കൂട്ടുകാർ കണ്ടുപോകണ്ട. കുട്ടിക്ക് സൗന്ദര്യബോധം തോന്നി തുടങ്ങിയെന്ന സീന. പിന്നെ പറഞ്ഞു വതഫാഖുറുൻ, നിങ്ങൾക്ക് ബോസ്റ്റിംഗ് വരും. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ അണ്ണാമല. എന്ത് അണ്ണാമലയുടെ? ഞാൻ പോകുന്നത് എവിടെ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വാവ്. ഞാൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, ഞാൻ പഠിക്കുന്നത് ജോഹന്നസ്ബർഗിലാണ്, ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്. നീ ഇവിടെ? നീ കാസർഗോഡ് പഠിക്കുക, ഞാൻ പഠിക്കുന്നത് ടൊറാന്റോയിലാണ്, ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിമാനം തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്നത് ഏതോ വലിയ സ്ഥാപനത്തിനാണെന്ന തോന്നലുകൾ, ബോസ്റ്റിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പെരുമ പറച്ചിൽ. എൻ്റെ ഭർത്താവിന് അതുണ്ടെന്ന് പെണ്ണ് പറയുന്നത്, എൻ്റെ കുടുംബത്തിന് ഇത്രയുണ്ടെന്ന് പെണ്ണ് അഭിമാനിക്കുന്നത്, ഇതൊക്കെ ബോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാർ ആദ്യം പറയും ഞാനൊന്ന് കല്യാണം കഴിക്കൂലേ, പക്ഷെ കുറച്ച് ശരി മോനെ, നീ പറഞ്ഞ പോലെ തന്നെ ആവ്, ഒന്ന് വെയിറ്റ് ചെയ്ത് അവരെന്നെ പറയും കല്യാണമൊക്കെ ആവാം. കല്യാണം കഴിച്ചാലും ശരി, നിങ്ങളെ പോലെ ആ പിറ്റത്തെ കൊല്ലം തന്നെ കുട്ടി, അതൊന്നും എനിക്ക് വേണ്ടേ, അതൊക്കെ അവൻ പറയും. കുറച്ച് കഴിഞ്ഞ് അവരും തോന്നി തുടങ്ങും, ഒരു കുഞ്ഞില്ലാതെ എന്ത്, ഞങ്ങൾ 2 പേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കുഞ്ഞ് വേണ്ടേ, ഒന്ന് എൻഗേജ് ചെയ്യാൻ. കുഞ്ഞായി തുടങ്ങി. കുട്ടിയായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ചിന്ത പിന്നെ കുട്ടിയാണ്.
അല്ലെ? ഗർഭത്തിലായിരിക്കുമ്പോ പടച്ചോനെ ഈ കുട്ടിയാണോ പെണ്ണോ എന്തായാലും കുഴപ്പമില്ല റബ്ബേ, നല്ല ഒരു കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണും കാഴ്ചയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല സൃഷ്ടിപ്പുള്ള കുട്ടിയായാൽ മതി പടച്ചോനെ, നിറവും എനിക്ക് കുഴപ്പമില്ല എന്നാ പറയാം. പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിറക്കാവായിരുന്നല്ലേ. പിന്നെ ആലോചിച്ചു തുടങ്ങും പടച്ചോനെ ഇതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പിന്നെ ആ ചോയ്സ് വരാ. അതിനു മുമ്പ് അതൊന്നുമില്ല, കുഞ്ഞാണ്. പിന്നെ ആകെ പ്രശ്നം പിന്നെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ് വാപ്പക്ക്. ഏത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം, നാളത്തെ സ്കൂളിലേക്ക് പോകാനുള്ള സംഗതി റെഡിയായ അവന്റെ സോക്സ്, അവന്റെ ഷൂ, അവന്റെ ബാഗ്, അവന്റെ സ്കൂൾ ഫീസ്, മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നിലനിൽപ്പിന് പിന്നെ വരുമാനങ്ങൾ വേണം. സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ചിന്തയായി തുടങ്ങി. ദുനിയാവ് ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ സന്തോഷം കിട്ടുമെന്ന്, സന്തോഷം കിട്ടുകയില്ല. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചിക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെന്നറിയോ? കുട്ടി നേരത്തെ ഗെയിം കിട്ടിയപ്പോ പറഞ്ഞില്ലേ, ടോയ് കിട്ടിയപ്പോ എനിക്ക് ഇത് മതി വാപ്പ, എനിക്ക് വേറൊന്നും വേണ്ട. ശരി, മേടിച്ചു കൊടുത്തു. 2 ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ച് തകർത്തവൻ. ഗെയിം ഇനി അവന് വേണ്ട. മനോഹരമായൊരു വാഹനം, നമ്മൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ റോഡിലൂടെ ഓടുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഒരു വാഹനം ഓടിക്കുന്നവൻ അത് മേടിച്ച, അത് വാങ്ങിച്ച ആള് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ വാഹനം, ഈ ബ്രാൻഡ്, ഐ ലവ് ഇറ്റ്. ആ ശരി, വാങ്ങിച്ചു. പിറ്റേത്തെ വർഷം നെക്സ്റ്റ് മോഡൽ വന്നു, പുതിയ മോഡൽ റോട്ടിലേക്ക് ഇറങ്ങി. പടച്ചോൻ, എൻ്റെ വണ്ടി പഴയ പുതിയ ഇറങ്ങിയിട്ട് അത്ര രസമില്ലല്ലോ. അവൻ്റെ വാഹനം പിന്നെ കണ്ണിൽ മഞ്ഞയാണ്. മനോഹരമായ വീട് വെച്ച് ഒരുപാട് ആളുകളെ വീട് സൽക്കാരത്തിലേക്ക് വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വിളിച്ചു. നമ്മൾ ടോയ്ലറ്റ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു, സന്തോഷപ്പെടുത്തി. തൊട്ടരികത്ത് മറ്റൊരു വലിയ വീട് വന്നു. അപ്പോഴേക്കും ഇവന്റെ വീട് പിന്നെ മഞ്ഞയാണ്. ഇത് എന്തോ വലിയ സാധനം, ഞാൻ വിചാരിച്ചു ഇതിലും വലുതെന്റെ അയൽപക്കത്ത് വന്നല്ലോ. ഇവൻ വിചാരിച്ചു എനിക്കൊരു വീടെന്ന സ്വപ്നമേ ഉള്ളൂ ഉസ്താദേ, അതൊന്ന് പൂർത്തിയാവാൻ ദുആരക്കണം. അൽഹംദുലില്ലാഹ്, അവന്റെ വീടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അവന് വിചാരിച്ചു ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന്, കിട്ടിയിട്ടില്ല. തൊട്ടരികത്ത് മറ്റൊരാൾ അതിലും വലുത് കൊണ്ടുവച്ചു. ചിലർ പറഞ്ഞു എനിക്ക് ഇന്നവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ച ചെറുപ്പക്കാർ അല്ലേ, പ്രേമൊക്കെ തലക്കടിച്ചിട്ട് കയറിയിട്ട് ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ കല്യാണം കഴിഞ്ഞു. ഇതിനായിരുന്നപ്പോ ഞാൻ ഈ ഓട്ടൊക്കെ ഓടിച്ചത്. യാ അല്ലാഹ്, കല്യാണം കഴിഞ്ഞ ഹണിമൂണ് പോകുമ്പോ അല്ലേ, ബേക്കൽ കോട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീഴുമ്പോഴേക്കും തന്റെ പുതുനാരി പെണ്ണിന്റെ കൈ പിടിച്ച്, നീ വീണോ, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ പെണ്ണ് 2 കുഞ്ഞിനെയും കൊണ്ട് നടക്കണ നേരത്ത് അങ്ങാടിയിൽ ഒന്ന് കാലിടറി വീണാൽ, വേഗം എഴുന്നേറ്റ് നടന്നിട്ടോ, ആൾക്കാരല്ലേ നിന്നെ പൊക്കാനെന്ന് എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ചിന്തിക്കുന്ന പരുവത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണ് സന്തോഷമെന്ന്. അല്ലല്ലല്ല. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ വിചാരിക്കുന്നു ഇതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു. ഇല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന് വേണ്ടി എന്താണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുആകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി, കൈയും കാലും തലയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന സുജൂദുകൾ, ഇതിനേക്കാളൊന്നും മധുരമുള്ള മറ്റൊന്ന് ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് ആർഭാടങ്ങളെ കൊണ്ടല്ല, ഗെയിം കൊണ്ടല്ല, കളി കൊണ്ടല്ല, മറ്റൊന്നുകൊണ്ടുമല്ല. പിന്നെ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ്. അങ്ങനെയാണെന്ന് കണ്ടപ്പോ അല്ലാഹുവേ, എൻ്റെ എല്ലാ വിലപിടിപ്പുള്ളതും നിന്റെ വഴിയിലേക്ക് ഞാൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ നസം തന്റെ ഗുരുവിനോട്, ഷഖീഖുൽ ബൽഖിയോട് ആദ്യം പറഞ്ഞത് കൂട്ടുകാർ, മെഹബൂബ്. അല്ലാഹുവേ, നീ മെഹബൂബുകൾ ഓരോരുത്തർക്കും ഉള്ളപ്പോൾ എന്റെ മെഹബൂബ് നീയാണ്. മെഹബൂബുകൾ ഖബർ വരെ വന്ന് തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ കടക്കാൻ ഒരു മെഹബൂബിനെ ഞാൻ അന്വേഷിച്ചിറങ്ങി. അതെന്റെ സൽക്കർമ്മങ്ങളാണ്. രണ്ടാമത്തേത്, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുകയും ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവേ, നിനക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ, നിന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ പഠനം, ലോകത്ത് എന്തൊക്കെയോ സന്തോഷമാണെന്നും എന്തൊക്കെയോ കൊണ്ട് എന്തൊക്കെയോ ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഇതിലൊന്നും ഒരു കഥയില്ലെന്നും മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് ബന്ധിക്കുമ്പോഴാണ് അള്ളാഹു സമാധാനം തരുന്നതെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ എല്ലാ വിലപ്പെട്ടതും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. അല്ലാഹ് ഹാത്തിമുൽ അസമ്മ പറഞ്ഞു തുടങ്ങുകയാണ്. നാലാമത്തേത്, നളറതു ഇലാ
ഞാൻ ഓരോരുത്തരെ നോക്കിയപ്പോഴും ഓരോരുത്തരും സമ്പത്തിനെ കുറിച്ചാ പറയാ, ഇലൽ ഹസബ് തറവാടിനെ കുറിച്ചാ പറയുന്നത്, അഭിമാനത്തെ കുറിച്ച്, തന്റെ പെരുമയെ കുറിച്ച് ഓരോരുത്തരും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയുണ്ട്, എനിക്ക് അത്ര ബിസിനസ്, എനിക്ക് ഇത്ര ആസ്തിയുണ്ട്, ഇത്ര വരുമാനമുണ്ട്, അവിടെ ബിസിനസ്, ഇവിടെ ഇത്, അത് ഇത്. മനുഷ്യന്മാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ അവസ്ഥ തന്നെ അതാണല്ലോ അല്ലേ. ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയിരുന്നാൽ 2 വർത്തമാനം കഴിഞ്ഞാൽ 3-ാമത്തെ പിന്നെ പൈസയെ ചൊല്ലിയുള്ള വർത്തമാനങ്ങളാണ്. എന്താ ചെയ്യാ? ഞാനങ്ങനെ അല്ലാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എനിക്ക് കാണാൻ ഇടയായി. സൂറത്തുൽ ഹുജറാത്ത്. ആ ആയത്ത് എന്നെ ചിന്തിപ്പിച്ചു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. അഭിമാനം ആർക്കും ലോകത്ത് വേണം അല്ലേ? പൈസ ഇല്ലാത്തവർക്ക് വിലയില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്ത് മനുഷ്യന്മാരെ അള്ളാഹു വിവിധ രൂപത്തിലും കോലത്തിലും ഭാഷയിലും അള്ളാഹു പല പ്രകൃതങ്ങളിൽ പടച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾക്കറിയാൻ പറ്റും. മുഖം കണ്ടാൽ അറിയാം ഇവൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വരുന്നവനാ. ഭാഷ കണ്ടാൽ അറിയാം ഇവന്റെ സംസ്കാരം ഏതാണ്. കോലം കണ്ടാൽ അറിയാം ഇവന്റെ സ്വഭാവം എന്തായിരിക്കും. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പടച്ചതാ. എല്ലാവരും ഒരേ മുഖമായിരുന്നെങ്കിൽ ഈ ലോകത്തിന് എന്ത് ഭംഗിയുണ്ടാവുക. ഇന്ന അക്രമക്കും, അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ആദരവിന്റെ നോട്ടത്തോടുകൂടെ നോക്കിക്കാണുന്നത് അത്ഖാകും, നിങ്ങളിൽ ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത് അവരെയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവരെയാണ് അള്ളാഹു നോക്കിക്കാണുന്നത്. അവരാണ് ഏറ്റവും വലുത്. ഇപ്പൊ പൈസ അവിടെ വിഷയമല്ല, തറവാട് അവിടെ വിഷയമല്ല, ആരോഗ്യവും പ്രായവും അവിടെ വിഷയമല്ല, സമ്പത്തുണ്ടോ ഇല്ലേ അത് വിഷയമല്ല. ആരാ ഏറ്റവും സ്ഥാനമുള്ളവർ? അത്ഖാ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ്, അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള തഖ്വ അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഒരു ബോധമില്ലാതെ മരിച്ചുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച എന്തായിരിക്കും നമ്മുടെ നാളെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ചില ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ട് ലോകത്ത്. ആ ക്രൈറ്റീരിയൻ മനുഷ്യൻ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ തഖ്വയുള്ളവരാണെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാർ പറഞ്ഞു അല്ലല്ലല്ല, കുറെ പൈസയും വലിയ വീടും വെച്ച ആളുകളാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ എന്ന് മനുഷ്യൻ തിരുത്തി എഴുതി. അള്ളാഹ് പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞത് അത്ഖാകും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. റബ്ബ അശ്അത അഗ്ബറ ذو طمرين مدفوع بالابواب لا يعبأ له لو اقسم على الله لأبره ومنهم براء بن مالك. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട് ബറാ ഇബ്നു മാലിക്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോ, ഇറാനിൽ ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. കാന യുദീറുൽ മഅറകത അലാ ബത്നിഹി, കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച കമാൻഡർ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഖാദിസിയ യുദ്ധം 1-ാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഈ പരാജയത്തിന്റെ കാരണം എന്തായിരിക്കും തോൽക്കാൻ കാരണം? അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. സ്വഹാബികൾ അവിടെയുണ്ട്. അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, യാ സഅദ്, സഅദേ, അല്ലാഹു ഇന്ന് നമുക്ക് പരാജയം തരാൻ കാരണം നസീനാ സുന്നത സിവാകി അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഷ് ചെയ്യാൻ, മിസ്വാക്ക് ചെയ്യാൻ. ഇറാനിലേക്ക് വന്നിട്ട്, ഖാദിസിയയിലേക്ക് വന്നിട്ട് അറാക്ക് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഒരു സൈന്യാധിപന്റെ, ഒരു പട്ടാളക്കാരന്റെ കയ്യിലും അറാക്കിന്റെ കഷ്ണമില്ല, മിസ്വാക്കില്ല. ആ സുന്നത്ത് എടുക്കാൻ നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടെ പരാജയത്തിന്റെ കാരണം.
നോക്കണം, ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കില്ല എന്തേ ഇപ്പം സമ്മേളനം വിജയിക്കാത്തത്, മൈക്ക് സെറ്റ് മോശം അതൊന്നുമല്ല, ലൈറ്റോ അതും അല്ല, ഭക്ഷണമോ അതും അല്ല, പിന്നെ എന്തേ ചിന്തിക്കണം. സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ അടിയന്തരമായി ഉത്തരവിറക്കി, എവിടെ നിന്നൊക്കെ കിട്ടുമോ അറാഖിന്റെ കഷ്ണങ്ങൾ മുഴുവൻ പട്ടാളക്കാർക്കും വിതരണം ചെയ്യണം. ആർക്കും വിതരണം ചെയ്തു. എന്നിട്ട് അള്ളാഹുവിനോട് വിജയം തേടാൻ പോവുകയാണ്. ആ ഇടക്ക് ചോദിച്ചു, ഐന ബറാ ഇബ്നു മാലിക്, എവിടെയാണ് ബറാ ഇബ്നു മാലിക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ റളിയല്ലാഹു അൻഹു എവിടെ? അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ കടന്നു വന്നപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ കുറിച്ച് പറഞ്ഞത്, റുബ്ബ അശ്അത അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബിൽ ദൂ തിമറൈൻ ലാ യുഅബഉ ലഹു. എത്രയോ മുടി ജടപിടിച്ചവർ, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ, ശരീരം മുഴുവനും പൊടിയുള്ള വസ്ത്രമായി നടക്കുന്നവർ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആരുടെ വീട് വാതിൽക്കൽ ചെന്നാലും എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് പോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുന്നവർ, ദൂ തിമറൈൻ, രണ്ട് ചെറിയ പുതപ്പിന്റെ കഷ്ണവും പുതച്ചു നടക്കുന്ന ആളുകൾ, ലാ യുഅബഉ ലഹു, ആരും അവരെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവിന് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അവർ അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവസാനം ചേർത്ത് വായിച്ചു, വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ അങ്ങയെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് ബറാ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഈ ഖാദിസിയ യുദ്ധം ഇന്ന് നടക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കിസ്റ സാമ്രാജ്യത്തിന്റെ പതാക താഴുകയും അവിടെ ഇസ്ലാമിന്റെ പതാക പൊങ്ങുകയും വേണം. അതുകൊണ്ട് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ വിജയം വേണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സൈന്യത്തിന്റെ കമാൻഡർ, വളരെ പാവമായിരുന്ന, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആൾ, മഹാനായ സ്വഹാബിയായിരുന്ന ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറയുന്നു. പൈസ കൊണ്ടല്ല വിജയിക്കുന്നത്, ആർഭാടം കൊണ്ടല്ല ദീൻ വിജയിക്കുന്നത്, പൈസയുടെ പെരുമ കൊണ്ടല്ല അല്ലാഹുവിന്റെ ദീൻ വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഖാറൂനിന്റെ സംഘം വിജയിക്കണമായിരുന്നു. മൂസ നബിയുടെ കാലത്ത് ഖാറൂൻ ലഅനഹുല്ലാഹ്, അല്ലാഹു നശിപ്പിച്ചില്ലേ? ആർഭാടം കൊണ്ടല്ല അല്ലാഹുവിന്റെ ദീൻ നിലനിന്നത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കയ്യിൽ കാശില്ലാത്തവരാണ്, കേട്ടെ, ആർഭാടങ്ങളില്ലാത്തവരാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവർ, അവരെ കൊണ്ടാണ് വിജയമെന്ന് പഠിപ്പിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ ബറാ എന്നവരുടെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക ഉയരണം. പറഞ്ഞതുപോലെ കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് പതാക താഴുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഇസ്ലാമിന്റെ പതാക പൊങ്ങുന്നതും ഒരേ സമയം മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. മനസ്സിലാക്കണം, അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് നോട്ടം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ഏതെങ്കിലും ഒരു നാട്ടുകാർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശഭൂമികളിലെ സർവ്വ നന്മകളും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അതുകൊണ്ട് തഖ്വയുള്ളവരെ ബഹുമാനിക്കണം. തഖ്വയുള്ളവരെയാണ് അല്ലാഹു ബഹുമാനിക്കുന്നത്. ഓരോരുത്തരും അഭിമാനം ലഭിക്കാൻ സമ്പത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ ഇക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ് നിഅമത്ത് വതാബത്ത്,
ഹറാമ് ബിസിനസ് ആയിക്കൂടാ, ബിസിനസ് ഹറാമായിക്കൂടാ, പലിശയുടെ ബിസിനസ്സുകളായിക്കൂടാ, ഹറാമിന്റെ വരുമാനങ്ങളായിക്കൂടാ. അത് നാളെ സങ്കടത്തിന് കാരണമാകും, നാളെ അത് നരകം മേടിച്ചു തരുന്ന സംഗതിയായി പോകും. എങ്കിൽ പോലും കച്ചവടത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് നാളെ അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്, അവരാണ് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. കച്ചവടക്കാർക്കും ഭയപ്പെട്ടുകൂടെ? മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് 5 ദീനാറിനും 10 ദീനാറിനും റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഹാൻ, 5 ദീനാറിന്റെ ഒരു റൂം ഒരു അറാബി വന്നിട്ട് 10 ദീനാർ കൊടുത്ത് വാങ്ങിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല 10 നൽകിയ ആൾക്ക് 5 ആണോ കൊടുത്തത്? അയാൾ തൃപ്തിപ്പെട്ടു പോയി. പറ്റില്ല. ആ അറാബിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് താബിഈങ്ങളിൽ വന്ന മഹാൻ പകലന്തിയോളം വിളിച്ചു നടന്നു. എന്റെ വില്ല വാങ്ങിച്ചു പോയവൻ, എന്റെ റൂം വാടകക്കെടുത്ത അറാബി ആരാണ്? വിളിച്ചിങ്ങനെ നടന്ന അവസാനം ആളെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ വാങ്ങിച്ചത് 10 ദീനാറിൻ്റെത്, നിങ്ങൾ 10 ദീനാർ തന്ന് വാങ്ങിച്ചത് 5 ദീനാറിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ 10 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അത് എനിക്ക് വേണ്ട. 10 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ 10ന്റെ റൂം നിങ്ങൾ എടുക്കണം, 5ന്റേത് മാറ്റിയിട്ട് ഒന്നുകൂടെ സൗകര്യമുള്ളത്, നിങ്ങൾ അതിന്റെ പൈസ തന്നിട്ടുണ്ടല്ലോ, 10ന്റേത് എടുക്കണം. അതിന് നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ 10ഉം തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. ഇതല്ലാതെ നിങ്ങളുടെ ഹക്ക് എനിക്ക് വേണ്ട. അറാബി പറഞ്ഞു, ആരാണ് ഈ മനുഷ്യൻ? ഇങ്ങനെയുണ്ടോ ഒരു കച്ചവടക്കാരൻ? കച്ചവടക്കാരൻ എന്താ വിചാരിക്കുക? വാങ്ങിച്ചു പോയില്ല, അൽഹംദുലില്ലാഹ്. 100 റുപ്യന്റെ സാധനം 500-ന് വിറ്റു, ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്ത് അൽഹംദുലില്ലാഹ്? ഈ കൊള്ളലാഭം അള്ളാഹു പൊറുക്കുമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? 10 തന്നിട്ട് 5ന്റേത് വാങ്ങിച്ചത് ശരിയായില്ല, നിങ്ങൾ 10ന്റെ തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ 5 നിങ്ങൾ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ 10 തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. അറാബി മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ 5 തിരിച്ചു തന്നാൽ മതി, ഞാൻ 5ന്റെ റൂം എടുത്തോളാം, തന്ന 10ൽ നിന്ന് 5 ബാക്കി തന്നേക്കും. തിരിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് ഈ മുതലാളി? ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളി ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാഹ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് എന്ന മഹാനായ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അറാബി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി. വഹാദല്ലദീ യുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ. ഉറപ്പാണ് ഇത്തരത്തിലുള്ള മുതലാളിമാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളിമാരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്ത കാലത്ത് അള്ളാഹു മഴ തരാൻ കാരണം. ഇങ്ങനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരെ കാരണമാണ്. ഈ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ്. ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ അള്ളാഹു മഴ തരാൻ കാരണം ഈ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. മുത്തഖീങ്ങളെ അള്ളാഹുവിന് വേണ്ടത്, അള്ളാഹുവിന് വേണ്ടത് അവരെയാണ്. ഒരു സഹാബി വന്ന് ചോദിച്ചു, അല്ല നബിയേ, ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയേ, എനിക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇൽമ പഠിക്കാൻ പോകുന്നു. ഞാൻ അധ്വാനിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ, ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എന്റെ സമ്പത്തിൽ നിന്നാണ് അവനെ പോലും ഞാൻ സഹായിക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ ദർസിൽ പോയി പഠിക്കുകയാണ്, ഇൽമ പഠിക്കുന്നു എന്ന്. നബിയേ, ഞാൻ ഒറ്റക്ക് അധ്വാനിക്കുകയും അവൻ ഇൽമ പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ ചെലവ് പോലും ഞാൻ പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന സ്വാഭാവികമായൊരു സംശയം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലഅല്ലക തുർസഖു ബിബറകതിഹി. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങളുടെ അനുജൻ ദീൻ പഠിക്കുന്നത് കാരണത്താലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജൻ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ജോലി തരുന്നതും, നിങ്ങൾക്ക് അല്ലാഹു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതും, അല്ലാഹു ഭക്ഷണം തരുന്നതും. അല്ലാഹുവിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്യുന്നത് ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വല്യമ്മമാർ മുസ്ഹഫിൽ നിന്ന് കണ്ണെടുക്കാതെ
ഖുർആൻ ഓതി നിൽക്കുന്ന വല്ലുമ്മമാർ, അല്ലാഹുവിന് വേണ്ടി രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാർ, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വല്ലിപ്പമാർ, അല്ലാഹുവിന് വേണ്ടി പാതിരാ നേരങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ചെറുപ്പക്കാരായ മുത്തഖീങ്ങൾ, ഇവരൊക്കെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ കാരണം അല്ലാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരും, അഭിമാനം തരും. അഭിമാനമുണ്ടാക്കാൻ പിന്നെ മണിമാളിക പൊക്കേണ്ടതില്ല, അഭിമാനമുണ്ടാക്കാൻ പിന്നെ സമ്പത്ത് വാരിക്കൂട്ടേണ്ടതില്ല. അല്ലാഹു അഭിമാനം തരാമെന്ന് പറഞ്ഞ വാക്ക് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കാണ് അല്ലാഹു ഏറ്റവും മഹത്വം കൊടുക്കുക. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാച്ചിമുൽ അസമിന്റെ മറുപടി, വിശുദ്ധ കലാമിൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എന്തിന് പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണം, ഞാൻ എന്തിന് പിന്നെ വിഷമിച്ച് ജീവിക്കണം? അഭിമാനമാണോ വേണ്ടത്? അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ പോരെ. ഇതാണ് ഞാൻ പഠിച്ചെടുത്ത 4ാമത്തെ കാര്യം. അപ്പോ 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തതിൽ 4ാമത്തേതാണ്. 5ാമത്തേത് പറഞ്ഞു മഹാനായ ഹാച്ചിമുൽ നസം, നദർതു ഇലൽ ഖൽഖി യത്അനു ബഅദുഹും ഫീ ബഅദിൻ വയൽഅനു ബഅദുഹും ബഅദാ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നുണ്ട്. യത്അനു ബഅദുഹും ബഅദാ, എന്താണ് കുറ്റം പറച്ചിലൊക്കെ? ഓൺലൈനിലാണ്, അതുകൊണ്ട് ഒച്ചപ്പാടും ബഹളൊന്നും മൈക്കിൽ കേൾക്കാറില്ല എന്ന് മാത്രം. ഒരാള് മറ്റൊരാളെ കുതിര കയറുന്നത്, അനാവശ്യങ്ങൾ എഴുതിവിടുന്നത്, അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. ഹാത്തിമുൽ പറയാ, ശിഷ്യൻ പറയാ, ശൈഖനോട് പഠിച്ച 8 കാര്യത്തിൽ 5ാമത്തേത് പറയാൻ പോവാണ്. ചില ആളുകൾ ചിലരെ ശപിക്കുന്നുണ്ട്, ലഅനത്ത് ചെയ്യുന്നുണ്ട്, നശിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, നാശം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, കുരുത്തക്കേട്, അവരെ നശിച്ചവരാണെന്ന് പറയുന്നുണ്ട്, അവരെ നാശത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. പരസ്പരം പറയുന്നവർ, ഉമ്മമാര് മക്കളോട്, മക്കൾ ഉമ്മയോട്, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ തന്റെ കൂട്ടുകാരനോട്, ഓരോരുത്തർ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴിചാരലും ദേഷ്യപ്പെടലും അസൂയപ്പെടലൊക്കെ കാണുമ്പോൾ ഞാനെന്ന് മനസ്സിലാക്കി, ഇതിന്റെയൊക്കെ അടിസ്ഥാന വിഷയം അസൂയയാണ്. അൽ ഹസദു, അസൂയയാണ്. അങ്ങനെയാണ് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. എന്തിനെ മനുഷ്യൻ അസൂയപ്പെടണം? എന്തിനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം? നഹ്നു ഖസംനാ ബഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ ബിസിനസ് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. എന്ത് ചെറുത് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. കിട്ടുന്ന ലാഭം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. നഷ്ടാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം. എത്രയാണ് എന്റെ വരുമാനമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. പിന്നെ എന്തിന് അസൂയപ്പെടണം ആളുകൾ? എന്തിന് പരസ്പരം പഴിചാരണം? എന്തിന് പരസ്പരം അസൂയ വെക്കണം? അസൂയ മുഅ്മിന് പാടില്ലല്ലോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൊടുത്തത് എനിക്ക് ഇഷ്ടമായില്ല, അള്ളാഹു അവൾക്ക് കൊടുത്തത്, ഒരു പെണ്ണിന് തോന്നുന്നു അവൾക്ക് കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അവൾക്ക് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് വേണം എന്ന് പെണ്ണ് ചിന്തിക്കുന്നവരുടെ അസൂയയാണ്. ഒരു പുരുഷൻ അള്ളാഹു അവൻ ആ കൊടുത്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അള്ളാഹുവിന്റെ ഓഹരി നമുക്ക് ഇഷ്ടമായില്ല എന്നോ, പിന്നെ ആരുടെ ഓഹരി ഇഷ്ടപ്പെടുക? അള്ളാഹു കൊടുത്തതല്ലേ, ആയിക്കോട്ടെ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോൾ തറക്തുൽ ഹസദ, ഞാൻ അസൂയയെല്ലാം മാറ്റിവെച്ചു. വജ്തനബതുൽ ഖൽഖ വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്. എനിക്ക് എന്താണോ ലഭിക്കുന്നത് ഇത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ ആകെ ടെൻഷൻ അതല്ലേ? മക്കള് വലുതാകുമ്പോൾ ഇനി എന്താ ഇവരിപ്പോ എങ്ങനെ കെട്ടിക്കുക പടച്ചോനെ? ചില ജ്വല്ലറിക്കാരൊക്കെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ചില ട്രഷർ, ചില പോളിസികളൊക്കെ തുടങ്ങുകയാണ്. കല്യാണം ആകുമ്പോഴേക്കും കുറച്ച് കോയിനൊക്കെ ആയി വരുന്നു. സുബ്ഹാനല്ലാഹ്. ചെറിയ പച്ചപ്പാവ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞിനിക്കൊരു ഭാരമായല്ലോ എന്ന് മാതാപിതാക്കളെ ചിന്തിപ്പിക്കുന്ന പോളിസി അല്ല ഇതിനർത്ഥം? അള്ളാഹുവിൻ്റെ മഈശത്താണ്. ഞാൻ എന്തിനെൻ്റെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? നഹ്നു ഖസംനാ ബൈനഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോർഡാനിൽ നിന്ന് വന്നൊരു അറാബിയായ മനുഷ്യൻ, ആൾക്കറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്. ആരോ പറഞ്ഞു സ്വഹാബിയാണ്, വലിയൊരു ആലിമാണ്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, വലിയ ശൈഖനെ വിളിക്കുകയാണ്, യാ ഹാദാ, പേര് മറന്നുപോയി എപ്പോഴേക്കും. യാ ഹാദാ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതാ. ആനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തു ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. വഫിസ്സമാഇ, ആകാശലോകത്തുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുകും, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാറ് ചെയ്യപ്പെടുന്ന സംഗതികൾ അള്ളാഹിന്റെ ആകാശലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. തന്നെ ഇയാൾ പറഞ്ഞു, മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത്, മതി മതി, അൽഹംദുലില്ലാഹ്, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാണ്. ആൾ എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു. അപ്പോഴും കണ്ടു ഇങ്ങനൊരു എൽമിന്റെ സദസ്സ്. ഇപ്പൊ ചോദിച്ചു, ആരാ അത്? ഇബ്നു അബ്ബാസ് എന്നവരുടെ ദർസാ, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ. അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങളോ ഒരു മസ്അല ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശ ലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, ഇതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഇങ്ങോട്ട് ഓതി കൊടുത്തു. പിറ്റത്തെ വർഷം വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. ഫവറബ്ബിസ്സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്, ഈ പറഞ്ഞത് ഹക്കാണ്. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്? അതിൽ സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറാബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര സത്യം, അല്ല അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്. ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, ഇനി എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫഖുഹൽ അറാബി, അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്, പടച്ചോനെ ജോലി കിട്ടുമോ, വിസ പോയി അടുത്തത് കിട്ടുമോ, പടച്ച തമ്പുരാനെ എന്താണ് കച്ചവടം മോശത്തിലാണ്, ഇത് ശരിയായി വരുമോ, അല്ലാഹുവേ എന്തായിരിക്കും എൻ്റെ നാളെ, എൻ്റെ വീട് പണി തീരോ, എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, എനിക്ക് കച്ചവടം ഉണ്ടോ, ജോലി ഉണ്ടോ, ടെൻഷൻ അടിക്കുകയാണ്. ഹാത്തിമുൽ അസ്മ പറഞ്ഞു, ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അല്ലാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് റിസ്കെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് അസൂയ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചു. മഹാനായ ശഖീഖുൽ ബൽഖി തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചു, പഠിച്ചെടുത്ത 8 എണ്ണത്തിൽ ഇനി 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്, 6ഉം 7ഉം 8ഉം കൂടെ ഒന്ന് പറഞ്ഞു തരണം. അമ്മസ്സാദിസ, 6ാമത്തേത് ഞാൻ പഠിച്ചെടുത്തത്. ഇതും ഒരു മുസ്ലിമിന് ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കിയെടുക്കുന്ന സത്തകളാണ്. ഇത് ജീവിതം ശരിപ്പെടുത്തിയെടുക്കാനും സന്തോഷം ലഭിക്കാനും ഈ 8 ഗുണങ്ങൾക്കപ്പുറം പിന്നെ വേണ്ട. 6ാമത്തേത് നദർതു ഇലൽ ഖൽഖി, ഞാൻ മനുഷ്യരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചില ആളുകൾ ചില ആളുകളെ ആക്രമിക്കുന്നുണ്ട്, ബഗി, അക്രമം ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ ബുള്ളിയിങ്, ഫിസിക്കൽ ബുള്ളിയിങ്, കൾച്ചറൽ ബുള്ളിയിങ്, ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി, മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യനെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്നുണ്ട്. യബ്ഗി ബഅദുഹും അലാ ബഅദിൻ വയുഖാതിലു ബഅദുഹും ബഅദാ, ചിലർ ചിലരോട് യുദ്ധം പോലും ചെയ്യുന്നുണ്ട്.
മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ ശത്രുക്കൾ. ശത്രുത ഭയങ്കര അസുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ശത്രുക്കളാ, നമ്മൾ മാത്രം സ്വന്തക്കാർ, ബാക്കിയൊക്കെ ശത്രുക്കൾ. അങ്ങനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദീൻ. അതല്ലേ ദീനിന്റെ ആശയം. ശത്രുത അങ്ങേയറ്റത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇന്റലക്ച്വൽ എക്സർസൈസ്, ബുദ്ധിപരമായ അഭ്യാസങ്ങൾ നടത്തുന്ന, ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിലൊക്കെ ശത്രുക്കളായി തമ്മിൽ തല്ലി മരിക്കാനാണോ? നദർതു ഇലാ ഖൽഖില്ലാ, സൃഷ്ടികളിലേക്ക് ഞാൻ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചിലരെ ആക്രമിക്കുന്നുണ്ട്. വയുഖാതിലു ബഅദുഹും ബഅദ, ചിലരോട് യുദ്ധം ചെയ്യുന്നതും ഞാൻ കണ്ടു. ഹത്തിമുൽ അസം ശിഷ്യൻ തന്റെ ഗുരുവിനോട് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഫറജഅതു ഇലാ ഖൗലിഹി തആല, ഞാൻ അന്നേരം അല്ലാഹുവിന്റെ വചനം ഒന്ന് ആലോചിച്ചു പോയി. الشيطان لكم عدو فاتخذوه عدوا. سورة فاطر. إن الشيطان لكم عدو فاتخذوه عدوا. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ശത്രുത പിശാചിന്റേതാണ്. ശത്രുതയുണ്ടാക്കുന്നത് പിശാചാണ്. ശത്രുതയുണ്ടാവാൻ വേണ്ടി പ്രസംഗിക്കുന്നതും പിശാചിന്റെ പണിയാണ്. ശത്രുതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ, കമന്റുകൾ എഴുതി വിടുന്നതും പിശാചിന്റെ പണിയാണ്. മനുഷ്യനെ തമ്മിലടിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് ശത്രുത വരുത്തുന്ന പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ എന്ന അള്ളാഹുവിന്റെ സൂറത്തു ഫാത്തിറിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ, ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്റെ ശത്രുത പിശാചിനോട് മാത്രം. ശത്രുത വെക്കുന്ന ആളുകളോട് അവർ പിശാചിനാൽ പ്രേരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ശത്രുതക്ക് ഞാൻ നിന്നുകൊടുത്തില്ല, ശത്രുതയുണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല. ഈ സമൂഹത്തിന്റെ വാക്കുകളെ ഭിന്നിപ്പിക്കാനോ ഈ സമൂഹത്തിന്റെ ശബ്ദം ഭിന്നിപ്പിക്കാനോ ഞാൻ കൂട്ടുനിന്നില്ല. റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖിയോട് പറയുന്നു, സമൂഹത്തിൽ ശത്രുതയല്ലല്ലോ വേണ്ടത്, ശത്രുത പിശാച് തന്നെ ചെയ്യുന്നില്ലേ? ഫത്തഖിദൂഹു അദുവ ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ. മനുഷ്യരെ ശത്രുവായി കാണല്ലേ, പിശാചാണ് ശത്രു. അതുകൊണ്ട് ശത്രുത പിശാചിന്റേതാണ്, പിശാചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ ആരോടും ദേഷ്യപ്പെടാൻ പോയില്ല, മനുഷ്യരിൽ ആരോടും ഞാൻ ശത്രുത വെക്കാൻ പോയില്ല. മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമെന്ന് വലിയ വിഷയമാണ്. അത് പണ്ഡിതന്മാര് മുതൽ, മുതഅല്ലിമീങ്ങൾ മുതൽ, സാധാരണക്കാര് മുതൽ ഇങ്ങോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അഴുക്കുകൾ ശുദ്ധിയാക്കിയെടുക്കാനുണ്ട്. അഴുക്കുണ്ടെന്ന് മുഖം പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് കർമ്മങ്ങൾ പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് വാക്കുകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, അഴുക്ക് ഹൃദയത്തിലുണ്ടെന്ന് പദപ്രയോഗങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്നശ്ശൈത്വാന ലക്കും അദു. അതുകൊണ്ട് കുടുംബത്തിൽ ശത്രുതയുണ്ടാവല്ലേ, ബന്ധുക്കളിൽ ശത്രുതയുണ്ടാവല്ലേ, സുഹൃത്തുക്കളിൽ, സമൂഹത്തിൽ ശത്രുതയുണ്ടാവല്ലേ. ഫത്തഖിദൂഹു അദുവ. പിശാചാണ് ശത്രു, മനുഷ്യരെ ശത്രുവാക്കല്ലേ. മനുഷ്യരെ മിത്രങ്ങളാണ്, നന്മ ഉപദേശിക്കുകയും നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവർ. അതുകൊണ്ട് ഷഖീഖുൽ ബൽഖി, ജീവിതത്തിൽ എനിക്ക് ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് പിശാചായിരുന്നു. മനുഷ്യരോട് ഞാൻ ശത്രുത വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി പ്രഖ്യാപിച്ചോളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നാവുകളിൽ നിന്ന് ഒരു അന്യ സഹോദരിയെ, ഒരു സഹോദരനെ, ഒരു ബന്ധുവിനെ, തന്റെ മിത്രത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവുകൊണ്ട് പറയല്ലേ. ഒരാൾക്ക് വേദന തോന്നുന്ന വാക്ക് പറയല്ലേ. എങ്ങനെന്നറിയാ? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമുണ്ടാകുമോ? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ? എങ്കിൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല.
വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവർ, ഭർത്താവിനെ സ്നേഹിച്ചു കഴിയേണ്ട ഭാര്യമാർ, ഭാര്യമാരെ സംരക്ഷിച്ചു കഴിയേണ്ട ഭർത്താക്കന്മാർ, സ്നേഹം അതുപോലെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവല്ലേ. വാക്കുകളെ കൊണ്ട് ഫിത്ന ഉണ്ടാവല്ലേ, ഫസാദുകൾ ഉണ്ടാവല്ലേ, ഫിത്നകളും ഫസാദുകളും വരല്ലേ. ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കല്ലേ. എളുപ്പമാണ് ഫിത്ന ഉണ്ടാക്കാൻ, എത്ര എളുപ്പമാണ്. അതിന് വലിയ പണിയുണ്ടോ? ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, തീർക്കാൻ എളുപ്പമാണോ? ഭിന്നിപ്പുണ്ടായതൊക്കെ ഒരിക്കൽ പോലും തീർക്കാൻ കഴിയാതെ ഇന്നും കുഴങ്ങുന്നില്ലേ നമ്മുടെ സമൂഹം? ഭിന്നിപ്പുണ്ടാകാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ അത് തിരുത്താൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ഇതിന് നഷ്ടം സഹിക്കേണ്ടി വരും. ഈ സമൂഹം നഷ്ടം സഹിച്ചില്ലേ, സഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ലാ തആദൂ, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കല്ലിൻ, വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടല്ലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയോ? ഹൃദയം ശുദ്ധിയാകും. അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. എത്രയോ വാക്കുകളുണ്ട്. ഇന്നൽ മർഅ ലയതകല്ലമു മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലാ. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാലൻ, നെവർ മൈൻഡ്, അല്ലേ? മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാല, അതിലെന്താ, അതിൽ വല്ല പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. യഹ്വി ബിഹാ 70 ഖരീഫൻ ഫീ നാരി ജഹന്നം. പറഞ്ഞുപോയൊരു വാക്കുകൊണ്ട് നരകത്തിലേക്ക് 70ഓളം വർഷം അതിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ചില പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, അല്ലാഹു വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നരകത്തിലേക്ക് 70ഓളം വർഷം ആഴത്തിൽ വീഴുമാർ അല്ലാഹു നരകത്തിലേക്ക് അവരെ ആപ്പതിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് എങ്ങനെയാണ്. മുനാഫിഖിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഖൽബുഹു വറാഅ ലിസാനിഹി, മുനാഫിഖിന്റെ ഹൃദയം നാവിന്റെ ബാക്കിലാണ്, മുഅ്മിന്റെ ഹൃദയം നാവിന്റെ മുമ്പിലാണ്. നാവ് കൊണ്ട് പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ. അതാ മുഅ്മിന്റെ. മറ്റേത് ആദ്യം കൂടെ പറയും, പിന്നെ 10 സമയം വിളിച്ചിട്ട് പറയും ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അതല്ലല്ല, മുഅ്മിൻ അങ്ങനെയല്ല. ആദ്യം ചിന്തിച്ചിട്ട് പറയും, ആദ്യം ചിന്തിക്ക് എന്നിട്ട് പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താ സ്വന്തം ശരീരത്തോട് വസിയത്ത് ചെയ്യട്ടെ. നമ്മുടെ നാവുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ വീടുകളിൽ ഉയരല്ലേ. വാപ്പയോട് മക്കളോ, മക്കളോട് വാപ്പയോ പറയല്ലേ. വേദനിപ്പിക്കുന്നതൊന്നും ശത്രുത വരില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എന്റെ പൈസയെല്ലാം തട്ടിയെടുത്തു. മക്കളെ കൊള്ളടിക്കണ വാപ്പാരുണ്ടാവും ചിലപ്പോ. മകന്റെ മുതൽ വാപ്പയെടുത്തു. ഇതാ കംപ്ലൈന്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഡ്ജാണ്, വിധി പറയണം. മസ്അല എന്താണെന്നറിയോ? മകന്റെ ആകെയുള്ള ക്യാപിറ്റൽ, മകന്റെ അടുത്ത് ആകെ 1000 രൂപയുള്ളൂ. ആ 1000 രൂപ വാപ്പെടുത്തു. ഇത് വാപ്പ ചെയ്യാൻ പാടില്ല. മകന് ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ, അതിൽ നിന്ന് ഒരൽപ്പം വാപ്പ എടുത്തു. അതിനെ കുറിച്ചാണ് ചർച്ച കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് കാണണം. ലോക പ്രസിദ്ധമായ ഹദീസല്ലേ ഇത്. എന്താ നബി തങ്ങളുടെ മറുപടി എന്നറിയോ? വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മോനെ, അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്ക് ഉടമസ്ഥപ്പെട്ടതാണല്ലോ. നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ്. നബി തങ്ങൾ വാപ്പമാരോട് പറഞ്ഞു, വാപ്പമാരെ, മക്കളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ ധൂർത്ത് ചെയ്ത് മക്കളുടെ സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. വാപ്പമാരോട്, മക്കളോട് പറയാ, വാപ്പ എടുക്കുന്നതിന് വാപ്പയെ നീ പഴിചാരല്ലേ, വാപ്പയെ കുറ്റപ്പെടുത്തല്ലേ. നിന്റെ ജന്മത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ, അല്ലേ? നിന്റെ അസ്തിത്വത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ? അതുകൊണ്ട് അൻത വമാലുക, നീയും നിന്റെ സമ്പത്തും ലി അബീക, നിന്റെ വാപ്പാക്കുള്ളതാണ്. നീയും നിന്റെ സമ്പത്തും വാപ്പയുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ, അത് വാപ്പാക്കുള്ളതാണല്ലോ. നമ്മൾ ആധാരത്തൊക്കെ നോക്കുക, അല്ലേ? ആധാരം ആരെ പേരില്ല? എന്തൊരു കാലം!
ശർഅ ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്. ശർഅ പറയാ നീയും നിന്റെ വാപ്പയും, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത്, നിന്റെ പിതാവിനുള്ളത്. മഹദി ഹിന്ദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വന്നു. അബൂ സുഫിയാൻ എന്നവരെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കാന ശഹീഹൻ, കുറച്ചൊക്കെ പിശുക്കുണ്ടായിരുന്നു എന്നാ. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു അൻഹ മുസ്ലിമായി, മുസ്ലിമത്താണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ഷഹാദത്തിന്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ. അങ്ങനെ കരൾ കടിച്ചു കീറിയ പെണ്ണായിരുന്നെങ്കിൽ പോലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലാൻ ഭാഗ്യം കൊടുത്തു. മുസ്ലിമത്താണ് അവർ. നബിയേ ഇന്ന സൗജി അബൂ സുഫിയാൻ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ബഖീലുൻ, പിശുക്കനാണ്. ലാ യസ്രിഫു അലയ്യ വഅലാ ഔലാദി, എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമായ സമ്പത്ത് എന്റെ ഭർത്താവ് തരുന്നില്ല നബിയേ, ഞാൻ എന്തു ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അര ഫിൽസ് പോലും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശരീഅത്ത് ഇവിടെ ഇടപെടുകയാണ് ഒരു പെണ്ണിന്റെ വിഷയത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, നിങ്ങൾക്ക് ഖുദീ മിമ്മാലിഹി മാ യക്ഫീകി വഇയാലകി, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത്യാവശ്യമായി വേണ്ടത് എത്രയാണോ അത് മാത്രം നിങ്ങൾക്കെടുക്കാം. അതിന് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സർവൈവൽ, മിനിമം സർവൈവൽ എന്തൊക്കെ ആവശ്യമാണോ അതിലേറെ എടുക്കരുത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ്, ദൂരക്ക് എവിടെയോ പോയതാണ്. പോകുമ്പോൾ ഭർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്, പുറത്തു പോകരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്. ഇന്ന അബീ, എന്റെ വാപ്പ യുഅഖു യാ റസൂലല്ലാഹ്, പനി പിടിച്ച് കിടക്കുകയാണ് നബിയേ, വാപ്പ മരീദാണ്, രോഗിയാണ്. ഞാൻ വാപ്പയെ പോയി അഫ അസൂറഹു, ഞാൻ വാപ്പയെ പോയൊന്ന് കാണട്ടെ നബിയേ. പെണ്ണ് ചോദിക്കാം, ഭർത്താവ് എന്താ പറഞ്ഞത്? വീട് വിട്ട് ഇറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഇസ്മഈ ഇത്തഖില്ലാഹ വഅതീഇ സൗജകി, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ. വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ടാന്ന്. ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ? അയാൾ പറഞ്ഞു, എന്ത് ചെയ്യും? അങ്ങനെ പറയരുത്. അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു? നീ പുറത്തു പോകരുതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ മോളെ, നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കിൻ. ആയിക്കോട്ടെ നബിയെ, ഞാൻ പോണില്ല. അതാണ് അന്നത്തെ പെണ്ണുങ്ങള്. നമ്മളപ്പം പറയാം, ആ ഉസ്താദിന്റെ അടുത്ത് പോയ ശരി, നമ്മൾ വേറെ ഫത്ത് കിട്ടുമോ നോക്കാം, വേറെ അടുത്ത് പോവാ അല്ലേ. വാപ്പ മരിച്ചെന്ന വിവരം വന്നു, വാപ്പ മരിച്ചു. ഇതേ പെണ്ണ് ഓടി വന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുവഫിയ വാലിദി, രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ. അഫലാ അഹ്ദുറു ജനാസതഹു, വാപ്പയുടെ ജനാസ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ? ഭർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, യാത്ര പോയതാണ്. എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു, പോകട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ, ഭർത്താവിനെ അനുസരിച്ചേക്കണം. കഴിഞ്ഞു. റളീതു ബില്ലാഹി വബിറസൂലിഹി ഖിസ്മതൻ വഹ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, എനിക്ക് പ്രശ്നമല്ല നബിയേ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ്. ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും, എത്ര വലിയ ഫിത്നയായിട്ടുണ്ടാവും. ആയിക്കോട്ടെ നബി, അള്ളാഹിന്റെ നിയമം അതാണോ? ആയിക്കോട്ടെ, എനിക്കത് മതി, ഞാൻ സമ്മതിച്ചു നബിയെ. അള്ളാഹുവിന്റെ നിയമം അതാണോ? എനിക്ക് പൊരുത്തമാണ് നബിയെ. ഇത്തഖില്ലാഹ വഅതീഇ സൗജകി. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ. അയ്യുമംറഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതാ വ്യത്യാസം. ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ. നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ.
അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല. പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങളോ? വേണ്ട. ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹലാലായൊരു ജോലി അവർക്കുണ്ടോ, അവർക്ക് ഇഷ്ടമാണ്, അവരായിട്ട് പോവാൻ. ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ്, അവർക്ക് പോകാം. പുരുഷൻ നീ പോയേ പറ്റൂ, കുടുംബം പുലർത്തണം, നീ വീട്ടിലിരുന്നാൻ പറ്റില്ല. ജോലി ചെയ്യൽ പുരുഷന് നിർബന്ധം, പെണ്ണിന് നിർബന്ധമില്ല. ഇനി നോക്കുക ഹദീസ്. അയ്യമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സ്വല്ലത്ത് ഖംസഹാ, 5 നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ നോമ്പ് നോൽക്കുകയും. പിന്നെ സകാത്തും ഹജ്ജുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഇത് എല്ലാവർക്കും ബാധകമല്ലല്ലോ, മുതലാളിമാർക്കല്ലേ അത് ബാധകമാവൂ. അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്തു, നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജൊക്കെ. പക്ഷെ ഹദീസിൽ 2 പറഞ്ഞുള്ളൂ, നിസ്കരിച്ചു നോമ്പ് നോച്ചു. പിന്നെ വഅതാഅത സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു. വഅഹ്സനത് ഫർജഹാ വഹഫിളത് ഫർജഹാ, അവൾ അവളുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ. അയ്യമംറഅത്തിൻ, ഏതെങ്കിലും പെണ്ണ് സ്വല്ലത്ത് ഖംസഹാ, 5 നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ നോമ്പ് നോൽക്കുകയും വഅതാഅത് സൗജഹാ, തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കുകയും ചെയ്തു. അപ്പൊ അവള് പറഞ്ഞായിരിക്കും ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം അനുസരണയിലല്ലേ, ഞാൻ അനുസരിച്ചേക്കാം. അതാഅത് സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും വഹഫിളത് ഫർജഹാ, അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ, അവളോട് പറയപ്പെടും ഉദ്ഖുലീ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ എതിലെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷൻ ഇത് പോരാ, പുരുഷൻ അധ്വാനിക്കണം, അവന് ജോലിക്ക് പോകണം, ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും, ജീവൻ കൊടുക്കേണ്ടി വരും. പെണ്ണിനതൊന്നും വേണ്ട, സ്വർഗം കിട്ടാൻ 4 യാ അല്ലാഹ്. നോമ്പ്, നിസ്കാരം, ഭർത്താവിനനുസരിച്ചു, വ്യഭിചരിക്കാതെ കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു, സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നരകം വാങ്ങിച്ചു വെക്കല്ലിൻ. ഫഇന്നി റഅയ്തു അക്സറ അഹ്ലിഹ നിസാ, ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നമുക്ക് അറിയുന്ന ഹദീസല്ലേ. അവര് ചോദിച്ചു, എന്താണ് നബിയേ? വലിമദാക യാ റസൂലല്ലാഹ്, തിരുനബിയേ അതിന് കാരണം എന്താണ്? ഞങ്ങളുടെ മറുപടി എന്താ മറുപടി എന്നറിയോ? പെണ്ണുങ്ങൾ ധാരാളം ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. ശപിക്കട്ടെ, നാശം കടട്ടെ, ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും എമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്, എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലഅനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന്. പെണ്ണുങ്ങളാണ് കൂടുതൽ. ശപിക്കട്ടെ. ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട്, ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട്, ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തൻ്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ കാർ റോഡിൽ മറിഞ്ഞ് വീണ് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞ് വായെടുത്തു, അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. അതിൻ്റെ പ്രസൻറ്റർ അത്ഭുതപ്പെട്ട് പറയാം, പടച്ചോനെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അത്രക്കൊന്നും പറയുന്നില്ല എന്നാ തോന്നുന്നു, അറബി പെണ്ണുങ്ങൾ പറയണ പോലെയൊന്നും. എന്നാൽ അങ്ങോട്ടൊന്നും എത്തല്ലേ. നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭർത്താവിനോട് നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുണ്ടല്ലോ. അവര് ചോദിച്ചു, നബിയേ എന്ത് നന്ദികേടാണ് ഞങ്ങൾ കാണിക്കുന്നത്? സ്വാഭാവികം ചോദിക്കാലോ, ഇസ്തിഫ്സാർ എന്നാ പറയാ.
ഇസ്തിബിയാൻ, വിശദീകരണം തരും നബി. എന്താണ് ഞങ്ങളാ നന്ദികേട് എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണെന്നറിയോ? നരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദികേടെന്ന് പറയുന്നത് ഇൻ അഹ്സന ഇലൈകുന്ന ദഹ്റ കുല്ലഹു, കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തഖുല്ല, നിങ്ങൾ പറയാറുണ്ടല്ലോ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ? ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദികേടല്ലേ? എല്ലാ സൽക്കാരത്തിനും ഡ്രസ്സ് വേണം പറയും. പിന്നെ എത്രയാ ടെക്സ്റ്റൈൽസുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ? നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ്സ് തന്നെ പോരാ, എനിക്ക് ഓരോന്നെ വേണം, അത് മറ്റൊരു കണ്ടുപോയില്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ? ഇസ്രാഫല്ലേ, ധൂർത്തല്ലേ അതൊക്കെ? അങ്ങനെ പറഞ്ഞാൽ എന്നെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ. മലലാരണ്യത്തിൽ പ്രവാസികളായി ചെന്നധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ? വ്യഭിചാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ വീട് വാതിൽക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ എന്റെ ഭർത്താവ് എന്നോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണെ, ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. തക്ഫുർനൽ അശീറ, എത്രയോ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ? ഈ പ്രേമം നടിക്കുന്നവരെ കൂടെ കല്യാണം കഴിച്ച് ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ വ്യഭിചാരം നടത്തുന്ന പെണ്ണെ, നരകം നീ വലിച്ചുകൊണ്ടുവരുന്നത് തക്ഫുർനൽ അശീർ, നിന്റെ ഭർത്താവിനോട് നന്ദികേട് ചെയ്തതിന്റെ പേരിലാണ്. ഫഇന്നി റഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഉന്നുറൂ ഇലാ മൻ അസ്ഫല മിൻകും, എപ്പോഴും താഴത്തേക്ക് നോക്കണേ, എപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കണേ. വലാ തൻറുറൂ ഇലാ മൻ ഫൗഖകും, മേലോട്ട് നോക്കല്ലിൻ. ആണിനോടും പെണ്ണിനോടും അല്ലാഹുവിന്റെ കൽപ്പനയാണത്. അല്ലാഹു ചെയ്ത നിഅമത്ത്. ഒറ്റ വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ്, അങ്ങാടി തെരുവുകളിൽ ഒരു റൂം പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എനിക്ക് റൂം 3 എണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങാടി തെരുവുകളിൽ കിടക്കുന്നവർ ചിന്തിക്കണം, പടച്ചവനെ, നിന്റെ ആകാശലോകം മേലെയും നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പമായി സുന്ദരമായി കാറ്റുകൊണ്ട് കിടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ. ഒരു 5 സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കിടക്കുകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ, എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ. താഴേക്ക് നോക്കിൻ വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അത് ആവശ്യമാണ്. മഹാനായ ശഖീഖുൽ ബൽഖിയിൽ നിന്ന് 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇതാണ്, ഇന്നശ്ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ, നാശത്തിന്റെ പദപ്രയോഗങ്ങളില്ലാതെ, ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു. മനുഷ്യരോട് സ്നേഹം, മനുഷ്യരോട് മുഴുവനും സ്നേഹം, ശത്രുത പിശാചിനോട് മാത്രം.
പിശാചാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിയത്, പിശാചാണ് ബഹുദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്, പിശാചാണ് വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മദ്യപാനത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മയക്കുമരുന്നിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് എന്റെ കുടുംബം തകർത്ത് കളയത്തക്ക വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഫത്തഖിദൂഹു അദുവ്വാ, അതുകൊണ്ട് പിശാച് എന്റെ ശത്രു, മനുഷ്യരാരും എന്റെ ശത്രുവല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഷഖീഖുൽ ബൽഖി എന്ന ലോകപ്രസിദ്ധനായ ഗുരുവിനോട് ലോകപ്രസിദ്ധനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തിന്റെ മുന്നോടിയായി പറഞ്ഞു, നദറതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ ഓരോരുത്തരും യതുലുബു ഹാദിഹിൽ കിസ്റ, അന്നമന്വേഷിച്ച് നടക്കുകയാണ്, റൊട്ടി കഷ്ണം അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും. ഫയുദില്ലു ഫീഹാ നഫ്സഹു, ജോലി അന്വേഷിച്ച് നടന്ന മനുഷ്യൻ നിസ്സാരനാവുന്നുണ്ട്, നിസ്സാരത വരുന്നുണ്ട്. വയുദ്ഖിലു ഫീഹാ മാ ലാ യഹില്ലു ലഹ്, ഒരിക്കലും ഹലാലല്ലാത്തത്, ഒരിക്കലും അല്ലാഹു അനുവദിക്കാത്തത് മനുഷ്യൻ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യൻ, എന്നിട്ട് ഹലാലല്ലാത്തത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടുമോ എന്നന്വേഷിച്ച് മനുഷ്യൻ ബേജാറിലാണ്, മനുഷ്യൻ പരിഭ്രാന്തിയിലാണ്. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ വചനം കാണാനിടയാവുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, وما من دابة في الأرض إلا على الله رزقها. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജീവിയുമില്ലല്ലോ. ഞാൻ ഓർത്തുപോയി, ആ ജീവി എന്ന് പറഞ്ഞതിൽ ഞാനുമുണ്ടല്ലോ. പിന്നെ എന്തിനു ഞാൻ ടെൻഷൻ അടിക്കണം, എന്തിനു ഞാൻ വിഷമിക്കണം? എന്റെ ഭക്ഷണം എന്റെ സൃഷ്ടാവ് ഏറ്റെടുത്തില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിക്കുന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുശ്രിക്കായ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ബഹുദൈവ ആരാധകനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചു വിട്ടപ്പോ ഇബ്രാഹിം നബിയോട് അല്ലാഹു ശാസിച്ചില്ലയോ? ഇബ്രാഹിം നബിയെ, 60-ലേറെ വർഷമായി ആ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, അയാൾ അവിശ്വാസിയായിരിക്കെ തന്നെ, എന്നിട്ട് വിശ്വാസിയായി നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലയോ ഇബ്രാഹിം? അള്ളാഹു അവനനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഭക്ഷണം കൊടുക്കുന്ന ലോകമാണിത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേര് റഹ്മാൻ. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും. പിന്നെ മുഅ്മിൻ ഇവിടെ പേടിക്കണോ? മുഅ്മിൻ ഭയപ്പെടണോ? എന്തേ ചെയ്യേണ്ടത്? ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല ഫയുഹ്മദു അലൈഹാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി തിന്നൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വെള്ളം കുടിക്കുമ്പോ ഇരുന്നിട്ട് കുടിക്കുക, ഇറക്കുകളായി കുടിക്കുക, അല്പാൽപമായി കുടിക്കുക, വലത് കൈ കൊണ്ട് കുടിക്കുക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാ. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലയുഹിബ്ബുശ് ശർബ ഫയുഹ്മദ അലൈഹാ, അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് ചൊല്ലി കുടിക്കുന്നതും അൽഹംദുലില്ലാഹ് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. തുടക്കത്തിൽ ബിസ്മില്ലാഹ്, അവസാനം ഒരു അൽഹംദുലില്ലാഹ്. ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ലേ? കുറ്റം പറയാതിരിക്കുക. ഒരു ഭക്ഷണവും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് തിന്നും, തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിന്നാതെ വെക്കും, കുറ്റം പറയൂല. ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന അധ്വാനം വലുതല്ലേ? അടുക്കളകൾ അവർ ജോലി ചെയ്യുന്നത്, ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവരുന്നത്, എത്ര മണിക്കൂറുകൾ എടുക്കുന്ന അധ്വാനമാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു തീർക്കുന്നത്. എത്ര മണിക്കൂറുകൾ! അതിനിടയ്ക്ക് കുഞ്ഞ് കരയുന്നു കാണും, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം, കുഞ്ഞിനെ ഉറക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, ഇതിന്റെ കിടക്കാണ് വിരുന്നുകാർ വരാൻ പോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരൽപ്പം ഉപ്പേറുമ്പോഴേക്കോ മധുരമേറുമ്പോഴേക്കോ മുഖത്തേക്ക് നന്ദികേടിന്റെ വാക്ക് പറയാതെ, വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ, ഭർത്താക്കന്മാരെ, വീട്ടുകാരെ, ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തില്ലേ? ആ ഭക്ഷണത്തിൽ പൊരുത്തപ്പെടുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൂടെ വരുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഹൽ ഇൻദകും ഷൈഉൻ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഒന്നുമില്ല നബിയേ,
ഒന്നുമില്ല. ഞാൻ ഈ ഹദീത്ത് ആലോചിച്ചു, പടച്ചോനെ നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ എന്തായിരിക്കും പറയാം, രാവിലെ പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ഇന്ന് ഒന്നുമില്ല, എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? നമ്മൾ ചോദിക്കൂലേ എന്തേ ഇല്ലാഞ്ഞത് അല്ലേ? ഇല്ലെങ്കിൽ ഇന്നലെ പറയണ്ടേ, മിനിഞ്ഞാന്ന് പറയായിരുന്നില്ലേ, ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ, ഇപ്പോഴാണോ പറയുന്നത്? നമ്മൾ ചോദിക്കും. കാരുണ്യത്തിന്റെ റഹ്മത്തുൽ ആലമീൻ ഈ സംഭവത്തിനെ എങ്ങനെയാണ് നബി തങ്ങൾ സ്വീകരിച്ചത്? തങ്ങൾ എങ്ങനെ സ്വീകരിച്ചു നോക്കി, എങ്ങനെയാ സ്വീകരിച്ചത്? ഒന്നുമില്ല, ശരി. അടുത്ത വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ ഭാര്യമാരുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞു ഇന്ന് നാശ്തക്ക് ഒന്നുമില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇന്നത്തെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അതല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ കണ്ടിന്യൂ ഫാസ്റ്റിംഗ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പിന്റെ മസ്അല പഠിപ്പിച്ചു തന്നത് ഈ സംഭവത്തിലല്ലേ? എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞു ഒന്നുമില്ല. ഇദൻ അന സ്വായിമുൻ, എന്നാൽ ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുകയാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാവിലെ നേരത്തെ പട്ടിണിയുടെ ഭാരം മാത്രമല്ല, ഇനി പകലന്തിയോളം അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടക്കാൻ ഞാൻ തീരുമാനിച്ചു. സുന്നത്ത് നോമ്പെടുക്കുന്ന പക്ഷം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ, നിസ്കാരം നല്ല ഫജ്ർ, സുബ്ഹിയാവുന്ന സമയം മുതൽ സുബ്ഹിയാകുന്ന നേരം മുതൽ ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പ് കിട്ടും. ഈ മസ്അല കിട്ടിയത് വിശന്ന് നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് പ്രശ്നമുണ്ടാക്കാതെ ഞാൻ എന്റെ നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ്. അത്ഭുതല്ലേ? ഒരു പെണ്ണ്, അമുസ്ലിമായ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വന്ന് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിന് വിറക്കണം? ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്, ശരി തന്നെ, പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ട് പേടിക്കേണ്ടതുണ്ടോ? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്, ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ. ആരാണ് ആ ഉമ്മ? ആമിനത്ത് ബിൻതു വഹബ് റളിയല്ലാഹു അൻഹാ. എന്റെ ഉമ്മ ആമിന ബീവി ഉണങ്ങിയ റൊട്ടി കഷ്ണം തിന്നവരായിരുന്നു. അവരുടെ മോനാണ് ഞാനെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്കൊരു ഉണങ്ങിയ റൊട്ടി കഷ്ണം കിട്ടി. തങ്ങൾ ചോദിച്ചു, ഹല്ലഹു മിൻ ഇദാം, കറിയുണ്ടോ? ഈ ഉണങ്ങിയ റൊട്ടി ഒന്ന് നനച്ചെടുക്കാൻ കറിയുണ്ടോ എന്നായി ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഇല്ല നബിയേ, ഒന്നുമില്ല, കറിയില്ല. നമ്മൾ എത്ര ഐറ്റം കറിയാ കഴിക്കണത്? യാ അല്ലാഹ്, എങ്ങനെ നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നാളെ ചോദ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ റബ്ബേ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാം? അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു നമ്മെ ശാക്കിരീങ്ങളാക്കട്ടെ, ശുക്ർ ചെയ്യുന്നവരാക്കി തരട്ടെ. കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭാര്യ കൊടുത്തയച്ചു ഒരൽപ്പം ഖല്ല് എന്ന് പറഞ്ഞാൽ വിനെഗർ, സുർക്ക കൊടുത്തയച്ചു. എന്താ സുർക്കണ്ട? നമ്മൾ വിചാരിക്കും അച്ചാറിടാനായിരിക്കും കൊണ്ടിരിക്കുകയെന്നല്ലേ. റൊട്ടി നനക്കാനുള്ള വെള്ളമായിട്ട് കറിയായിട്ട് കൊണ്ടുകൊടുത്തതാ ഖല്ല്. സുർക്ക കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പട്ടിണി പാവമായി ജീവിക്കുന്ന ലോകത്തെ ഏത് മനുഷ്യനും മാതൃകയുള്ള റസൂലാണിത്. ആ സുർക്കയിലേക്ക് ഉണങ്ങിയ വായ കൊണ്ട് കടിച്ചിട്ട് പൊട്ടാത്ത റൊട്ടി കഷ്ണം ആ സുർക്കയിലേക്ക്